ചെയ്യുന്നു. ആ, വളരെ ദാഹത്തോടെ, വളരെ ആത്മഭാരത്തോടു കൂടെയൊക്കെ നിങ്ങളെ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ ദൈവാത്മാവ് അനുവദിക്കുന്ന കർത്താവിന്റെ കൃപയ്ക്കായി, വിശ്വസ്തതയ്ക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു രാത്രി കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്നുവല്ലോ. പലവിധമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളിലൂടെ അനേകായിരം ജീവിതങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പല ഭവനങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും കണ്ണുനീരിന്റെ അനുഭവങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രഭാതം കണ്ട അനേകർ ഈ പ്രദോഷം കാണാതെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവാത്മാവ് നമ്മെ തന്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ശേഷിപ്പിച്ചിരിക്കുന്ന എല്ലാ വിശ്വസ്തതയ്ക്കായി, എല്ലാ കൃപയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭമായി എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ കൂട്ടത്തോട് ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ധാരാളമായി സഹായിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമസ്ത വിഷയങ്ങൾക്കകത്തും ദൈവത്തിന്റെ വലങ്കരത്തിന്റെ വീര്യം, ദൈവമഹത്വത്തിന്റെ പ്രദർശനം കണ്ട് സന്തോഷിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് വീണ്ടും കൃപ ചെയ്യേണ്ടതിനായി ഞാനും വളരെ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പ്രസംഗങ്ങളുള്ള ഒരു പാസ്റ്റർ അല്ല ഞാൻ, മറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ദൈവശബ്ദങ്ങൾ പങ്കുവയ്ക്കുക എന്ന ദൈവീക ഉദ്ദേശത്തോടു കൂടെ മാത്രം ശുശ്രൂഷിക്കുവാൻ എന്നത്തെയും പോലെ ഇന്ന് രാത്രിയും കർത്താവിന്റെ കൃപയിൽ താല്പര്യപ്പെടുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രാരംഭമായി ഓർപ്പിച്ചതിന് ശേഷം എന്നെ ദൈവാത്മാവ് പറയാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചതിന് ശേഷം നിങ്ങളോട് സംസാരിക്കാൻ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൈവശബ്ദത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമുക്കറിയാം, ഈ പത്രമാധ്യമങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം, ഒരു തലമുറ തെറ്റിപ്പോകുന്ന ഒരു വലിയ വാർത്തയാണ്. ഒരു തലമുറ തെറ്റിപ്പോകുന്നു. അവർ വിശേഷിച്ച് പെന്തിക്കോസ്ത് കുടുംബത്തിലുള്ളതായിക്കോട്ടെ, വേർപെട്ട ജീവിത രീതി ദൈവത്താൽ അനുഷ്ഠിക്കണമെന്ന് ദൈവാത്മാവ് ഉപദേശത്തിന്റെ പ്രമാണം കൊടുത്ത കുടുംബങ്ങളിൽ നിന്നായിക്കോട്ടെ, അല്ലാത്ത കുടുംബങ്ങളിൽ നിന്നായിക്കോട്ടെ, തലമുറ മുഖാന്തരം, തലമുറകൾ നിമിത്തം വലിയൊരു നിലവിളിയുടെ അനുഭവത്തിലൂടെ, അവസ്ഥാനന്തരത്തിലൂടെ കുടുംബങ്ങൾ കടന്നുപോകുന്ന ഒരു പ്രതിസന്ധി അന്തരീക്ഷത്തിലാണ് എത്തി നിൽക്കുന്നത് കേരളമായിരിക്കുന്നത്. ഞാനിങ്ങനെ ഈ വിഷയമൊക്കെ ഓർത്ത് വളരെ ഭാരപ്പെടുകയും, സ്വാഭാവികമായിട്ടും മനുഷ്യ മനസാക്ഷിയുള്ള ഏതൊരു വ്യക്തിക്കും, ഞാൻ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഭൂരിഭാഗം ആളുകൾക്കും അതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊന്നും ഒറ്റയടിക്ക് അതിനെ ഒരു പത്രവാർത്ത എന്ന പേരിൽ ചിരിച്ചു തള്ളാൻ ഒരിക്കലും കഴിയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം ഉള്ളിൽ വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരല്പമെങ്കിലും ഭാരത്തോടുകൂടെ, നെടുവീർപ്പോടുകൂടെ, വേദനയോടുകൂടെ മാത്രം ചിന്തിക്കാനോ ഓർമ്മിക്കാനോ അതിനെക്കുറിച്ച് പഠിക്കാനോ കഴിയുന്ന വിധത്തിലുള്ള ആ സാഹചര്യങ്ങൾക്കകത്ത് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളിൽ ഒരുവനായി ഈ ദിവസങ്ങളിൽ ഞാനും ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ ദൈവം എന്നെ കാണിച്ച ഒന്ന് രണ്ട് കാഴ്ചകൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒന്ന് രണ്ട് ദൂതുകൾ, പ്രാരംഭമായി എനിക്കൊരു നിയോഗപ്രകാരം ഇത് സംസാരിക്കാൻ, ഇതൊരു തലമുറയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ശുശ്രൂഷ ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട് അതൊന്ന് പങ്കുവച്ചതിന് ശേഷം ദൈവവചന ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ ഞാൻ പ്രാരംഭമായി താല്പര്യപ്പെടുന്നു. ഒന്നാമതായി എന്നോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദൈവാത്മാവ് സംസാരിച്ച് കർത്താവിന്റെ ആത്മാവിൽ കാണിച്ച ഒരു കാഴ്ച, നയിൻ പട്ടണത്തിലെ വിധവയുടെ മകന്റെ മഞ്ചം, അവന്റെ ഡെഡ് ബോഡി വെച്ച് ഉരുണ്ട് കല്ലറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവനെ ചുമക്കുന്ന ആ മഞ്ചത്തിൽ യേശു തൊട്ടു എന്നൊരു പദം. നിശ്ചയമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, വളരെ ആരോഗ്യമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. വിധവ എന്ന് പറയുമ്പോൾ തന്നെ ഭർത്താവിന്റെ മരണത്തിന്റെ സാഹചര്യത്തിനകത്തുകൂടെ കടന്നുപോയ ഒരു സഹോദരി, തന്റെ ഭർത്താവിനെ കൊണ്ടുപോയ അതേ പൈശാചിക ആത്മതലം തന്നെ തന്റെ മകനെയും ബാധിച്ചു. തന്റെ ഭർത്താവിനെ ഒരിക്കൽ കല്ലറയിൽ കൊണ്ട് സംസ്കരിക്കുന്ന ആ ശുശ്രൂഷയിൽ അവൾ പങ്കെടുത്തതാണ്, അവൾ കരഞ്ഞതാണ്, അവൾ വേദനിച്ചതാണ്. അതേ വേദന തന്നെ ഇപ്പോൾ അവളുടെ മകനെയും ബാധിച്ചിരിക്കുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഭർത്താവ് പോയ അതേ കല്ലറയിലേക്ക് ഇന്ന് മകനും കടന്നു പോകുന്നു. ആ സെയിം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഒരേ വിഷയത്തിൽ 2 തവണ ദുഃഖിക്കേണ്ടി വരുന്ന ഒരു നിർഭാഗ്യവതി എന്ന് നമുക്ക് മലയാള ഭാഷയിൽ വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന ഒരു സഹോദരി. ആ സഹോദരി അത്രയധികം വേദനയുടെ ആ സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിതാവിനെ ബാധിച്ചതെന്തോ അത് അടുത്ത ബാധിച്ച് തീർക്കാൻ
ദൈവം അനുവദിച്ചില്ല. അപ്പനെ പിടിച്ചതെന്തോ അത് തലമുറയെ പിടിച്ചൊതുക്കാൻ ദൈവം സമ്മതിച്ചില്ല. പിതാക്കന്മാരെ മുടിച്ചു കളഞ്ഞതെന്തോ അതടുത്ത ജനറേഷനെ ഒതുക്കാൻ ദൈവം അനുവദിച്ചില്ല. ഇന്ന് ഈ പ്രാരംഭ സമയത്ത് ഇത് പറയുമ്പോൾ ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട്, ഈ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട്, ചില കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് അടിവരയിട്ട് പ്രവചിക്കുന്ന ഒരു ദൂതിങ്ങനെയാണ്: പിതാക്കന്മാരെ ഒതുക്കിക്കളഞ്ഞതൊന്നും, പിതാക്കന്മാരെ ഒതുക്കിക്കളഞ്ഞ ഒരു ശാപവും അടുത്ത തലമുറയെ ഒതുക്കാത്ത വിധത്തിൽ ആ ശാപങ്ങൾക്കും ആ തലമുറകൾക്കും നടുവിൽ എന്റെ യേശു ഇറങ്ങി നിൽക്കുന്ന ഒരു ഭയങ്കര അവസ്ഥയെ ദൈവ മഹത്വം വെളിപ്പെടുത്തുന്ന, മരണത്താൽ അല്ലാതെ അഴിയത്തില്ല എന്ന് ചില കുടുംബത്തെ നോക്കി വെല്ലുവിളിക്കുന്ന, ചില തലമുറകളെ നോക്കി വെല്ലുവിളിക്കുന്ന, ചില മേഖലകൾക്കെതിരെ ആത്മയുദ്ധം പ്രഖ്യാപിക്കാൻ ചിലതിന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ പകർച്ച രാത്രി പരിശുദ്ധാത്മാവിടട്ടെ. എന്നോട് ചേർന്നത് അങ്ങനെ തന്നെ എന്ന് ആമേൻ പറയുന്നവർ, അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവിടെ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്: യേശു ചെന്ന് മഞ്ചത്തിൽ തൊട്ടു. യേശു ചെന്ന് മഞ്ചത്തിൽ തൊട്ടു. കൈക്ക് പിടിച്ച് പലരെയും എഴുന്നേൽപ്പിച്ചവൻ, കൈക്ക് പിടിച്ച് പത്രോസിനെ തിരികെ ശുശ്രൂഷയിലേക്കും ജീവിതത്തിലേക്കും തിരികെ കയറ്റിയവൻ, കൈക്ക് പിടിച്ച് ഒരുവളെ മരണത്തിൽ നിന്ന് തിരികെ കയറ്റിയവൻ, കൈക്ക് പിടിച്ച് പലരെയും കയറ്റിയവൻ. ഇപ്പോൾ ഇതാ ഒരുവന്റെ കൈക്കല്ല പിടിച്ചത്, അവന്റെ ഡെഡ് ബോഡിയിലല്ല തൊട്ടത്, അവന്റെ മൃതശരീരത്തിലല്ല, മറിച്ച് അവനെ ചുമക്കുന്ന മഞ്ചത്തിൽ തൊട്ടു. അർത്ഥം ഇതാണ്: നല്ല ആരോഗ്യമായിട്ടും ആരോഗ്യ ദൃഢഗാത്രനായിട്ടും ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും അർപ്പിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ചുമന്നുകൊണ്ട് കല്ലറയിലേക്ക് പോകുന്ന വസ്തു ഏതോ അതിനെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ആത്മീയ മരണം സംഭവിച്ച ഏതൊക്കെയോ ചെറുപ്പക്കാരെയും ചുമന്നുകൊണ്ട് മരണത്തിന്റെ കല്ലറയിലേക്ക്, മരണത്തിന്റെ താഴ്വാരത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഏതൊക്കെയോ ഡ്രഗ്സിന്റെ മഞ്ചത്തെ, ഏതൊക്കെയോ പാപത്തിന്റെ മഞ്ചത്തെ ഞാൻ ആത്മാവിൽ യുദ്ധത്തോട് പ്രവചിച്ചു കൊള്ളട്ടെ. ഞാൻ ആത്മാവിൽ യുദ്ധത്തോട് ഉറപ്പ് നൽകിക്കൊള്ളട്ടെ. എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ നിയന്ത്രണത്തിന് വിധേയമായി, എന്റെ നിയന്ത്രണത്തിന് അതീതമായി, എന്റെ ഉപദേശങ്ങൾക്കും എന്റെ നിയന്ത്രണങ്ങൾക്കും ദൈവവചനം അനുശാസിക്കുന്ന ഉപദേശത്തിന്റെ അതിർവരമ്പുകളെയും ഭേദിച്ച് എന്റെ തലമുറ യാത്ര ചെയ്യുമെന്ന് ഏതെങ്കിലും ഒരു ആത്മഭാരമുള്ള ആർക്കെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചുകൊള്ളട്ടെ, അവനെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. നമ്മുടെ തലമുറകളെ മരണത്തിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്ന, നിങ്ങളൊന്ന് നോക്കിയേ, നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ മരിച്ചു പോയപ്പോ അവനെ ചുമക്കുന്നത് മഞ്ഞമാണ്, അവനെ ചുമക്കുന്നത് മറ്റൊന്നാണ്. യേശു ചെന്നിട്ട് തൊട്ടത് അവനെയല്ല, മരിച്ചവനെ ചുമന്നുകൊണ്ട് കല്ലറയിലേക്ക് പോകുന്ന, മരിച്ചവനെയും കൊണ്ട് ഞാൻ ആത്മാവിൽ പറയാം, ചില ബന്ധങ്ങളെ, ദൈവഹിതമല്ലാത്ത ചില ബന്ധങ്ങളെ ദൈവാത്മാവ് ബ്രേക്ക് ചെയ്യും. ചില തലമുറകളെ എന്നേക്കുമായി ബന്ധിച്ചു കളയാൻ പിശാച് താല്പര്യപ്പെടുന്നത് പോലെ ദൈവഹിതമല്ലാത്ത ചില വിവാഹങ്ങളെ, ദൈവഹിതമല്ലാത്ത ചില ബന്ധങ്ങളെ തച്ചുടയ്ക്കുന്ന വിധത്തിൽ ദൈവത്തിന്റെ ഏകാധിപത്യം ചില കുടുംബങ്ങളിലേക്ക് ഇറങ്ങാൻ പോവുകയാണെന്ന് എന്നോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കും. ഹല്ലേലൂയ. ശരിയായ ബന്ധങ്ങൾ മാത്രമേ നമ്മുടെ വേഗത വർദ്ധിപ്പിക്കത്തുള്ളൂ. അത് ശുശ്രൂഷയിലായാലും ജീവിതത്തിലായാലും ശരിയായ ബന്ധങ്ങൾ മാത്രമേ നമ്മുടെ വേഗത വർദ്ധിപ്പിക്കത്തുള്ളൂ. തെറ്റായ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളെ കൊണ്ടുവരും. നമ്മുടെ വേഗത ഒരുപാട് കുറച്ചു കളയും. വേഗത ഒരുപാട് കുറച്ചു കളയുമെന്ന് പറഞ്ഞാൽ നമ്മൾ 2 വർഷം കൊണ്ട് പ്രാപിക്കേണ്ട അനുഭവങ്ങൾ, അത് ആത്മീയമായാലും അത് ഭൗതികമായാലും, 2 വർഷം കൊണ്ട് പ്രാപിക്കേണ്ട അനുഭവങ്ങൾക്ക് 10 വർഷം കാലതാമസം നേരിടുക. 1.5 വർഷം കൊണ്ട് എന്റെ കയ്യിൽ വരേണ്ടിയിരുന്നത് എന്തോ 1 വർഷം കൊണ്ട് ഞാൻ പ്രാപിക്കേണ്ടിയിരുന്ന അഭിഷേകം ഏതോ അതെനിക്ക് കാലങ്ങളായി, മാസങ്ങളായി നിഷേധിക്കപ്പെട്ടു പോകുന്നത് പോലെയുള്ള അവസ്ഥാന്തരങ്ങൾക്കകത്ത്, അനുഭവങ്ങൾക്കകത്ത്, ബന്ധങ്ങൾക്കകത്ത്
ഞാൻ ഇങ്ങനെ പ്രവചിക്കാം, ഇങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാം. ദൈവഹിതമല്ലാത്ത ചില കൈവെപ്പുകൾക്കകത്ത് ചിലതിനെ കൊടുക്കുന്ന ദൈവഹിതമല്ലാത്ത ചില സുപ്പീരിയർ പവറുകളെ, ദൈവഹിതമല്ലാത്ത ചില ആത്മീയ അധികാരങ്ങളെ ദൈവാത്മാവ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു വലിയ സ്വാതന്ത്ര്യം തിരഞ്ഞെടുപ്പുള്ള ചിലതിന്റെ മേൽ ഈ ദിവസങ്ങളിൽ കർത്താവ് പകരുമെന്ന് എന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ഈ പ്രാരംഭ സമയത്ത് ആ പ്രാർത്ഥിച്ച സിസ്റ്റർ നേഹ ജേക്കബ് എന്ന് പറയുന്ന ആ സിസ്റ്ററുമായി ബന്ധപ്പെട്ട് എന്നോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ വേഗതയെ ദൈവാത്മാവ് വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. നിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട്, നിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട് നിന്റെ സ്പീഡിനെ കുറച്ചു കളയുന്ന ഒരു മേഖലയെ ഈ ദിവസങ്ങളിൽ 12 ദിവസങ്ങൾക്കകത്ത് അതിനെ ജയിക്കത്തക്ക വിധത്തിലുള്ള ഒരു അഭിഷേകം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി നിന്റെ തലവേൽ ഒരു വാഴ്ചയുടെ കിരീടമിരിക്കുന്നത് പോലെ എന്റെ ദൈവാത്മാവ് കാണിക്കുന്നു. നിന്റെ വേഗതയെ വർദ്ധിപ്പിക്കത്തക്ക നിലവാരത്തിൽ ആത്മീയ ഭോജനത്താൽ നിന്നെ തൃപ്തിപ്പെടുത്തുന്നവനാണ് ഞാനെന്ന് നിന്നോട് സ്വർഗസ്ഥനായ പിതാവിന്റെ അരുളപ്പാട്. ഒരു വലിയ ദൈവസ്നേഹത്തിന്റെ ആത്മതലം നിന്നെ തൊടുങ്കട്ടോ. ഒരു പിതാവിന്റെ ഹൃദയം. നീ ഒരു സഹോദരിയാണ്, എനിക്കറിയാം, വളരെ ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഒരു പിതാവിന്റെ ഹൃദയം, ദൈവഹൃദയം, പിതൃഹൃദയം നിന്റെ മേൽ കർത്താവ് ഏൽപ്പിക്കുന്നത് പോലെ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നു. രക്തത്താൽ പൊതിയപ്പെട്ട തുടിക്കുന്ന ഒരു ഹൃദയം, അത് ഇങ്ങനെ ഒരു കരത്തിൽ വെച്ചിട്ട് നിന്റെ നേർക്ക് നീണ്ടു വരുന്നത് പോലെയുള്ള ഒരു കാഴ്ച ഇന്ന് രാത്രി പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു. അധികാരമുള്ളവളാക്കി ഞാൻ നിന്നെ തീർക്കും. ചില പ്രത്യേക വിഷയങ്ങൾക്കകത്ത് ആർക്കും തീരുമാനമെടുക്കാൻ കഴിയാതെ മാറി നിൽക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഒറ്റയടിക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് ചില മേജർ തീരുമാനങ്ങൾ എടുക്കത്തക്ക വിധത്തിൽ നിന്റെ ചിന്താമണ്ഡലങ്ങളെ, നിന്റെ ഹൃദയ ചിന്തകളെ, നിന്റെ ധ്യാന ഞരമ്പുകളെ ഞാൻ ബലപ്പെടുത്തുന്നവനാണെന്ന് ഇന്ന് രാത്രി ആ ദാസിയോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവഹിത പ്രകാരമല്ലാത്ത ചില ബന്ധങ്ങൾ. ഞാൻ എന്റെ ദൂതിനകത്തേക്ക് വരുന്നതിന് മുമ്പ്, എന്റെ പ്രസംഗ വിഷയത്തിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഒരു പ്രസംഗം വന്ന് പറഞ്ഞിട്ട് പോകുക എന്നതിനേക്കാൾ ഉപരിയായി നിങ്ങളോട് കർത്താവിന് എന്നിൽ കൂടെ എന്താണ് സംസാരിക്കാനുള്ളത് അത് നിങ്ങളോട് പറയുവാൻ ഞാൻ കൃപയാൽ താല്പര്യപ്പെടുന്നു. ദൈവഹിതമല്ലാത്ത ചില ബന്ധങ്ങൾ. നമ്മൾ പറയും, ഈ എന്താ പറയാ, ആത്മീകമായ ഒരു കവറിങ്ങിനകത്ത് നിൽക്കുക. റെക്കോർഡിംഗ് ആയതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യവും പറയാൻ പറ്റത്തില്ല. സ്പിരിച്വൽ ആയിട്ട് ഒരു ആത്മീക അധികാരത്തിനകത്ത് നിൽക്കുക, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കവറിങ്ങിനകത്ത് നിൽക്കുക, ഒരു സ്പിരിച്വൽ ഫാദർഷിപ്പിനകത്ത് വിധേയപ്പെട്ട് നിൽക്കുക, ഒരു പ്രത്യേക ശിഷ്യത്വത്തിന്റെ അധികാരത്തിന് അകത്ത് നിൽക്കുക എന്നിത്യാദി പദങ്ങളാൽ വിശേഷിപ്പിക്കപ്പെടുന്ന ആത്മീക ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട്, വിശേഷിച്ച് ദൈവഹിത പ്രകാരമല്ലാത്ത ചില കൈവെപ്പുകൾ വീഴാൻ സാധ്യതയുള്ള ചില മേഖലകളുമായി ബന്ധപ്പെട്ട് ഒരു ഭയങ്കര സ്വാതന്ത്ര്യം തിരഞ്ഞെടുപ്പുള്ള ചിലതിന്റെ മേൽ വ്യാപരിക്കുന്നതായി ഈ സെക്കൻഡുകളിൽ ദൈവാത്മാവ് എന്നോട് പറയുന്നു. അങ്ങനെ ശക്തമായ ഒരു ബോധ്യം ദൈവാത്മാവ് എനിക്ക് നൽകുന്നു. തിരഞ്ഞെടുപ്പുള്ള ചിലതിനെ എന്നേക്കുമായി ബന്ധിച്ചു കളയാൻ ദൈവം ഏൽപ്പിച്ച കൃപാവരങ്ങളുടെ പൂർണ്ണതകളിലേക്ക് ആ കുഞ്ഞുങ്ങൾ, ആ തലമുറ കയറരുതെന്ന് ശക്തമായ വെല്ലുവിളി അഭിഷക്തന്മാർ എന്ന് പേരുള്ള വ്യക്തികളാൽ തന്നെ ഒതുക്കിക്കളയാൻ പിശാച് തീരുമാനിക്കുന്ന ചില നെഗറ്റീവ് അറ്റ്മോസ്ഫിയറുകളെ ഒട്ടിച്ചു കളയത്തക്ക വിധത്തിൽ ഭയങ്കര ദൈവിക സ്വാതന്ത്ര്യം ഈ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് കർത്താവ് സപ്ലൈ ചെയ്യുന്നുവെന്ന് എന്നോട് ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുന്നു. ഹല്ലേലൂയ. എന്നോട് ചേർന്നത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വേഗത്തിൽ വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. വേഗത്തിൽ വായിക്കാം. സമയം നമുക്ക് മുമ്പിൽ പാഴാക്കുവാനില്ലല്ലോ. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ മതി. വളരെ അനുഗ്രഹീതമായ തിരുവെഴുത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. റോമാലേഖനത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പ്രതിപാദ്യ വിഷയമായിട്ട് ഉണ്ട് എങ്കിലും 4-ാം അധ്യായം വിശ്വാസികളുടെ പിതാവ് എന്ന് പരിശുദ്ധാത്മാവ് വിശേഷിപ്പിക്കുന്ന, വിശ്വാസികളുടെ പിതാവ് എന്ന്, വിശ്വാസത്തിന്റെ പിതാവ്, വിശ്വാസികളുടെ പിതാവ് എന്നൊക്കെ
പരിശുദ്ധാത്മാവ് വിശേഷിപ്പിക്കുന്ന അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവാത്മാവിന്റെ ചില സാക്ഷീകരണങ്ങളാണ് റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. അദ്ദേഹം പ്രാപിച്ച ദൈവരാജ്യത്തിന്റെ ഒരു അതിഭയങ്കരമായ വെളിപ്പാടാണ് 4-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ വായിച്ചത്. അബ്രഹാം പ്രാപിച്ച ഒരു വെളിപ്പാട്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണം, എൻ്റെ കൂടെ ഒന്ന് വരണം എന്ന് എല്ലാ ദൈവദാസന്മാരും പറയുന്നതാണ്. സ്തോത്രം. ഞാൻ ആ പദം ഒന്ന് മാറ്റി പിടിച്ചേക്കാം. നിങ്ങൾ എന്നെ ഏകാഗ്രതയോടുകൂടെ ശ്രദ്ധയോടുകൂടെ ഇരിക്കണം. അത് ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ടല്ല, എവിടെയെങ്കിലുമൊക്കെ വെച്ച് കർത്താവ് നിങ്ങളെ ഒന്ന് സ്പർശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പ്രവചനം പറയുന്നതിനേക്കാൾ വളരെ ശക്തമാണ് വചനത്തിന്റെ ഒരു വെളിപ്പാട് ഏറ്റെടുക്കുക എന്നുള്ളത്. ദൈവവചനത്തിന്റെ ഒരു വെളിപ്പാടിനെ ഏറ്റെടുക്കുന്ന പക്ഷം വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. അതൊരിക്കലും എക്സ്പയർ ആയി പോകും. ഡേറ്റ് ഇട്ടൊരു പ്രവചനം പറഞ്ഞാൽ അത് ഡേറ്റിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പയർ ആയി. പിന്നെ ആ ദൂതിന് കഴമ്പില്ല എന്ന് പ്രാഥമികമായ ഒരു ആത്മീക വിശകലനത്തിൽ നമുക്ക് പറയാം. അതിന്റെ അപ്പുറത്തേക്ക് ആത്മാവിന്റെ ആഴങ്ങൾ എനിക്കതൊന്നും പറയാൻ സമയമില്ല. അങ്ങനെ ചിന്തിച്ചാൽ അതിന് വാലിഡിറ്റി ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇല്ല എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ശുശ്രൂഷിക്കുമ്പോൾ പലവിധമായ ആത്മീക നിലവാരങ്ങളുള്ള വ്യക്തികൾ എന്നെ കേൾക്കുന്നു. അതിനാൽ ആർക്കും ഒരു സംശയമില്ലാത്ത വിധത്തിൽ, അതല്ലെങ്കിൽ ആർക്കും പിന്നത്തേതിൽ അത് തെറ്റിപ്പോയല്ലോ എന്ന് പറയാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ അവരുടെ ധ്യാന വിഷയത്തിനകത്ത് ഒരു പൊളിവചനത്തെ നിക്ഷേപിക്കുവാൻ താല്പര്യമില്ലാത്തതിനാലാണ് ഞാൻ അങ്ങനെ ഒരു പദം പറഞ്ഞത്. ഡേറ്റ് ഇട്ടൊരു പ്രവചനം പറഞ്ഞാൽ അത് എക്സ്പയർ ആവും. പക്ഷേ വചനത്തെ സംബന്ധിച്ചിടത്തോളം വചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഒരിക്കലും എക്സ്പയർ ആവുന്നില്ല. 2000 വർഷങ്ങളായിട്ട് നമുക്കൊരൊറ്റ ബൈബിളേ ഉള്ളൂ. ഇതിനകത്തെ യെശയ്യാ പ്രവചനവും ഇരമ്യാ പ്രവചനവും ഹോശയ പ്രവചനവും സെക്കരിയ പ്രവചനവും മലാഖി പ്രവചനവും അങ്ങനെ ഹബക്കൂക്കിന്റെ പ്രവചനവും അങ്ങനെ ആമോസ് പ്രവചനവും അങ്ങനെ ഒരുപാട് പ്രവചന പുസ്തകങ്ങൾക്കകത്ത് അനുഗ്രഹങ്ങളെ കുത്തി നിറച്ചിരിക്കുന്ന ഒരുപാട് വാക്യങ്ങൾ പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും ഉണ്ട്. വിശേഷിച്ച് പുതിയ നിയമത്തിനകത്ത് ഒരുപാട് വാക്യങ്ങൾ അനുഗ്രഹവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതൊക്കെ കൊരിന്ത് സഭയ്ക്കും അല്ലെങ്കിൽ റോമർക്കും ഒക്കെ ആയിട്ട് അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിൽ എഴുതിയതാണ്. പക്ഷേങ്കിൽ അതിനെ നാം സ്വീകരിച്ചതും അതിനകത്ത് കിടക്കുന്ന ദൈവരാജ്യത്തിന്റെ നന്മയെ നമ്മൾ ഏറ്റെടുത്തതിനും പിന്നിലുള്ള ദൈവീക മർമ്മം എന്ന് പറയുന്നത് ദൈവം നമ്മളുടെ അകത്തേക്ക് പകർന്നു തന്നിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസ പ്രകാരമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനം വിളംബരം ചെയ്യപ്പെടുന്നതിനാൽ വിശ്വാസത്താൽ അതിനെ ഒന്ന് സ്വീകരിക്കുന്ന പക്ഷം, അതിന്റെ വെളിപ്പാടുകളെ ഏറ്റെടുക്കുന്ന പക്ഷം ഒരു ഭയങ്കര മാറ്റം ജീവിതത്തിനകത്ത്, ഒരു ഭയങ്കര രൂപാന്തരം നമ്മുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുകയും ചെയ്യുകയാണ്. അബ്രഹാം പ്രാപിച്ച ഒരു വലിയ വെളിപ്പാടാണ് 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിങ്ങനെയാണ്: ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനാണ്. ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനാണ്. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിലാണ് ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനാണ് എന്നുള്ള വെളിപ്പാട് പരിശുദ്ധാത്മാവ് അബ്രഹാമിന് പകർന്നു കൊടുക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടെ ഞാൻ പറയാം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, ആ വാക്യം കൂടെ ഒന്ന് വായിക്കാൻ ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായ പാപം ചെയ്യാത്തവരിലെ മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു. ഞാൻ ഒരിക്കൽ കൂടെ ആ വാക്യം പറയാം. ജസ്റ്റ് ഒരു ബേസ്മെന്റ് ഇട്ട് കയറി പോയിട്ട് ആ വാക്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു. ആദം മുതൽ മോശ വരെയുള്ള ആ പ്രത്യേക പീരീഡിനെ, ആ പ്രത്യേക കാലത്തെ കുറിച്ച് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മരണം വാഴ്ച നടത്തിയ കാലമെന്നാണ്. ഇനി നിങ്ങൾ ആരും ബൈബിള് വായിക്കണമെന്നില്ല.
നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വായനയ്ക്കായി ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ഒക്കെ നോട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തോളുക. അതിനുശേഷം നിങ്ങൾ വായിക്കാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് പെന്തിക്കോസുകാർക്ക് ഒരു പ്രത്യേക കൃപയുണ്ട്. നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ ബൈബിൾ വായിച്ച് തീർക്കത്തില്ലായിരിക്കാം. പക്ഷേങ്കിൽ നമ്മൾ ഒരു അഭിഷിക്തൻ അല്ലെങ്കിൽ ഒരാള് പ്രസംഗിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മളെ അതിഭയങ്കരമായിട്ട് ഉണരും. നമ്മള് സൺഡേ കണ്ടിട്ടില്ലേ, ഞായറാഴ്ച ഒക്കെ കണ്ടിട്ടില്ലേ, സങ്കീർത്തന പ്രബോധനത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് സങ്കീർത്തനം ഒക്കെ വായിച്ചു കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും പാസ്റ്റർ ഇരുന്നോളാൻ പറയും, പാസ്റ്റർ പ്രസംഗം അങ്ങ് തുടങ്ങും. പാസ്റ്റർ പ്രസംഗം തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അതിഭയങ്കരമായിട്ട് നമ്മളിലെ ധ്യാനാത്മാവ് ഉണരും. നമ്മളെ ധ്യാനാത്മാവ് ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ പാസ്റ്റർ റെഫറൻസിന് എടുക്കുന്ന വാക്യത്തിനകത്തൂടെ എല്ലാം പോവുക, ചുമ്മാ പോവുകയല്ല, ആ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് വെച്ച് നമുക്ക് ഒരുപാട് ദൂതുകളും കിട്ടും. നല്ല കാര്യം. പക്ഷേങ്കിൽ നമുക്ക് എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്പം സംശയത്തോടുകൂടെ മാത്രം രണ്ടാമത് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് പിന്നെ ഒന്ന് ഓർത്തെടുത്തൊക്കെ പറയത്തക്ക വിധത്തിലായിരിക്കും നമ്മൾ പൊട്ടും പൊടിയൊക്കെ തപ്പിയെടുത്തോണ്ട് വരുന്നത്. അതുകൊണ്ട് വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാനും ബൈബിൾ നമ്മെ ഉപദേശിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ, നിങ്ങളുടെ ധ്യാനത്തെ ഞാൻ വിലയേറിയതായി എണ്ണുന്നു, അങ്ങനെ ചോദിക്കുന്നു, അങ്ങനെ അഭ്യർത്ഥിക്കുന്നു. റോമർ 5:14 നമ്മൾ വായിച്ച വാക്യപ്രകാരം ധ്യാനിക്കുമ്പോൾ അബ്രഹാം മുതൽ ആദം മുതൽ മോശ വരെയുള്ള കാലത്തെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവ് വിശേഷിപ്പിക്കുന്നത് മരണം വാഴ്ച നടത്തുന്ന കാലമെന്നാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ആദം മുതൽ മോശ വരെയുള്ള കാലത്തെ, മോശയ്ക്ക് ശേഷം മരണമില്ല എന്നല്ല ബൈബിൾ പറയുന്നത്, മറിച്ച് ആദം മുതൽ മോശ വരെയുള്ള കാലത്തെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത്, ദൈവാത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നത് മരണം വാഴ്ച നടത്തിയ കാലമെന്നാണ്. ആദമിനും മോശയ്ക്കും ഇടയിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അബ്രഹാം. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. മരണം വാഴ്ച നടത്തിയ കാലത്തിൽ ആദമിനും മോശയ്ക്കും ഇടയിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അബ്രഹാം. അങ്ങനെയെങ്കിൽ അബ്രഹാം ജീവിച്ചിരുന്നത് മരണം വാഴ്ച നടത്തിയ കാലത്തിലായിരുന്നു എന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നിസ്സംശയം നമുക്ക് സ്ഥാപിക്കുവാൻ കഴിയും. അങ്ങനെ തന്നെയാണെന്ന് തെളിയിക്കുവാൻ കഴിയും. അങ്ങനെ അബ്രഹാം ജീവിച്ചിരുന്നത് മരണം വാഴ്ച നടത്തിയ കാലത്തിലായിരുന്നു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ബൈബിൾ പ്രകാരം ഓരോന്നിനും ഓരോ കാലമുണ്ട്. വിതയ്ക്കാൻ ഒരു കാലമുണ്ട്, കൊയ്യാൻ ഒരു കാലമുണ്ട്, കരയാൻ ഒരു കാലമുണ്ട്, ചിരിക്കാൻ ഒരു കാലമുണ്ട്. എന്നും കണ്ണുനീരും വേദനയും പ്രയാസവുമല്ല, എന്നും നിന്ദയും ദുഃഖവും പരിഹാസവുമല്ല, എന്നും ജീവിതത്തിൽ കയ്പല്ല, എന്നും ജീവിതത്തിൽ നൊമ്പരങ്ങളും പ്രതിസന്ധികളും തലവേദനകളും മാത്രമല്ല. നിനക്ക് കരയാൻ ഒരു സീസൺ ഉണ്ടെങ്കിൽ, നിനക്ക് വേദനിക്കാൻ ഒരു സീസൺ ഉണ്ടെങ്കിൽ, ആ കാലത്തിൽ നീ വിശ്വസ്തനായിരുന്നെങ്കിൽ, മറിച്ച് നീ അനുഭവിച്ച പ്രതിസന്ധി ഏതോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു നന്മയെ, അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു അനുഗ്രഹത്തെ നിനക്ക് തുറന്നു തരുവാൻ ദൈവം വിശ്വസ്തനാണ്. എന്നും വേദനയല്ല, എന്നും പ്രതിസന്ധിയല്ല. കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്ന ഒരു കാലമുണ്ടെങ്കിൽ ആർപ്പോടുകൂടെ കൊയ്യുന്ന ഒരു കാലമുണ്ട്. ഇത് ഞാൻ കൈയിട്ട് പറയുന്നതല്ല, ബൈബിൾ വ്യക്തമായി പറയുന്നു. വേദനിക്കുന്ന സമയങ്ങളുണ്ടെങ്കിൽ, ഒരിക്കൽ കൂടെ ഞാൻ ആ പദം ഒന്ന് ആവർത്തിച്ച് ഉദ്ധരിച്ചോട്ടെ. ദൈവമേ, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഞാന് എന്റെ ദൂതിനകത്തോട്ട് വേഗത്തിൽ വരട്ടെ. ഒരു മനുഷ്യൻ ഏത് കാലത്തിൽ ജീവിക്കുന്നോ ആ കാലത്തിൻ്റെതായിട്ടുള്ള ഇൻഫ്ലുവൻസ് അവന്റെ മേലുണ്ടായിരിക്കും. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഒരു മനുഷ്യൻ ഏത് കാലത്തിൽ ജീവിക്കുന്നോ ആ കാലത്തിൻ്റെതായിട്ടുള്ള ഇൻഫ്ലുവൻസ് അവന്റെ മേലുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളാകും, മനുഷ്യർ വമ്പ് പറയുന്നവരാകും, അവർ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരാകും, അവർ ഉഗ്രന്മാരാകും, അവർ മനസാക്ഷി രഹിതമായി പ്രവർത്തിക്കുന്നവരായിരിക്കും. അങ്ങനെ ഒരു വിക്കറ്റ് ജനറേഷൻ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് മുമ്പുള്ള നാളുകളിൽ എഴുന്നേറ്റ് വരുമെന്ന കാലത്തെ വിവേചിച്ച് അപ്പോസ്തലനായ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നതിനകത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ മർമ്മം, ഒരു മർമ്മം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ ഏത് കാലത്തിൽ ആ കാലത്തിൻ്റെതായിട്ടുള്ള സ്വാധീനം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ബൈബിൾ അങ്ങനെ പറയുന്നത്. അവൻ ഏത് കാലത്ത് ജീവിക്കുന്നോ ആ കാലത്തിൻ്റെതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് അവന്റെ മേലുണ്ടായിരിക്കും. ഒരു ഭാഗത്ത്
അന്ത്യകാലത്തെ കുറിച്ചുള്ള ഒരു പ്രവചനം കിടക്കുന്നത്. മനുഷ്യൻ സ്വസ്നേഹിയാകും, മനുഷ്യൻ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവനാകും, അവർ അജിതേന്ദ്രിയന്മാരാകും, അവർ ഏഷണിക്കാരാകും, അവര് വാത്സല്യമില്ലാത്തവരാകും, അവര് കനിവറ്റവരാകും. അങ്ങനെ ഒരുപാട് പ്രവചനങ്ങൾ അന്ത്യകാലത്തെ സംബന്ധിച്ച് പൈശാചിക ലോകം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരുപാട് പ്രവചനങ്ങൾ പുതിയ നിയമത്തിൽ തന്നെ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു. എന്നാൽ മറുഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ദൈവവചനം വളരെ ശക്തമായി പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. അന്നാളിൽ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഒരു ഭാഗത്ത് മനുഷ്യൻ വാത്സല്യമില്ലാത്തവരും കനിവറ്റവരും ഏഷണിക്കാരും പൈശാചിക പ്രവർത്തികൾ കടിമപ്പെട്ടവരുമായി തീരുമ്പോൾ, മറുഭാഗത്ത് ദൈവാത്മാവിന്റെ ഫലങ്ങളെയും ദൈവാത്മാവിന്റെ വരങ്ങളെയും ഒരുപോലെ ഏറ്റെടുക്കാൻ ഒപ്പം തന്നെ ദൈവം എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുമെന്നല്ലേ എന്നെ കേൾക്കുന്ന പ്രിയരെ, പിശാച് എത്രത്തോളം ഗ്രേഡുകൾ വർദ്ധിപ്പിച്ച് തന്റെ ഏജന്റുമാരെ കളത്തിലിറക്കിയാലും അതിനെ ഡിഫീറ്റ് ചെയ്യത്തക്ക വിധത്തിൽ, അതിനെ തകർക്കത്തക്ക വിധത്തിൽ, അതിനെ ഒതുക്കത്തക്ക വിധത്തിൽ അഭിഷേകമുള്ള ഒരു തലമുറയെ ദൈവം മറുവശത്ത് ഇറക്കി നിർത്തിയിരിക്കും. ഒരു പോരാട്ടം മാത്രമായി വെളിപ്പെടാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ഒരു പ്രതിസന്ധി മാത്രമായി വെളിപ്പെടാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. ഏലായുടെ താഴ്വരയിൽ ഒരു ഗോലിയാത്ത് വരുമെന്നുള്ള അറിവ് ദൈവ ഹൃദയത്തിന് എന്ത് കിട്ടിയോ, ആ കിട്ടിയ സെക്കൻഡ് മുതൽ ഒരുവനെ ദൈവം കാടിനകത്തിട്ട് അഭ്യസിപ്പിക്കുവാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു പോരാട്ടം, ഒരു പ്രതിസന്ധി, ഒരു ബുദ്ധിമുട്ട്, ഒരു തകർച്ച, ഒരു ഇല്ലായ്മ, ഒരു ക്ഷാമം, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ വേദനകൾ അനുവദിക്കപ്പെട്ടതിനൊപ്പം തന്നെ അതിനെ അതിജീവിക്കുവാനുള്ള ആത്മീയ അഭിഷേകവും ദൈവം നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. കാരണം എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ നിനക്ക് സഹിക്കാൻ കഴിയുന്നതിന് മീതെ ബുദ്ധിമുട്ടുകളെ, വേദനകളെ, യുദ്ധങ്ങളെ അനുവദിക്കാത്തവനാണ്. നിനക്ക് സഹിക്കാൻ കഴിയുന്നത് എത്രത്തോളമാണെന്ന് കർത്താവിന് വളരെ നന്നായിട്ട് അറിയാം. നമ്മളെല്ലാവരുടെയും ആത്മീക പ്രാപ്തി എത്രത്തോളമാണെന്ന് കർത്താവിന് വളരെ നന്നായിട്ട് അറിയാം. അതിനനുസരിച്ച് മാത്രമേ യുദ്ധങ്ങൾ നമുക്ക് അനുവദിക്കപ്പെടുകയുള്ളൂ. ഞാൻ അതിനെ അന്ധമായി വിശ്വസിക്കുന്നു. തെളിവ് പറയാനൊന്നും എന്റെ പക്കൽ സമയമില്ല. ഞാൻ വേഗം മുന്നിലോട്ട് പോട്ടെ. നമ്മുടെ നിലവാരം എന്തെന്ന് കർത്താവിന് വളരെ നന്നായിട്ട് അറിയാം. അത് പിശാചിനും അറിയാം. നമ്മുടെ ആത്മീക നിലവാരം എന്താണ്, നമ്മൾ എത്രത്തോളം വേദന സഹിക്കും, നമ്മൾ ഇന്ന സാഹചര്യത്തിനകത്ത് നമ്മൾ എങ്ങനെ പെരുമാറും, അതെല്ലാം കർത്താവിന് അറിയാം. അതിനനുസരിച്ച് മാത്രമാണ് ദൈവം നമുക്കെതിരെ യുദ്ധങ്ങളെ അനുവദിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രാപ്തിക്കനുസരിച്ചുള്ള യുദ്ധങ്ങൾ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഞാൻ ആ സ്റ്റേറ്റ്മെന്റിനെ, ആ പ്രസ്താവനയെ ഒന്ന് തിരിച്ചിട്ട് പറയാം. എത്രത്തോളം പ്രതിസന്ധി നിനക്കുണ്ടോ അത്രത്തോളം അഭിഷേകവും നിനക്കുണ്ട്. നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് മാത്രമേ ആത്മീക യുദ്ധങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ നമുക്ക് നേരിടുകയുള്ളൂ എങ്കിൽ, ആ നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങൾക്ക് അനിവാര്യമായ ആനുപാതികമായ അഭിഷേകം ദൈവാത്മാവ് പ്രതിസന്ധി വെളിപ്പെടുന്നതിന് മുമ്പേ എന്റെ മേൽ പകർന്നിട്ടുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? അതെ, അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രതിസന്ധിക്കകത്ത് നിന്ന് ഞാൻ എങ്ങനെ പുറത്തു കിടക്കും? ഈ വേദനയ്ക്കകത്ത് നിന്ന് ഞാൻ എങ്ങനെ വെളിയിൽ ചാടും? ഈ സിറ്റുവേഷനെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും? ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മിക്ക ചെറുപ്പക്കാർക്കും ഡിപ്രഷനാണ്. എനിക്ക് വേണ്ടപ്പെട്ട വിശ്വാസിയല്ല, ഒരു ഹൈന്ദവ സഹോദരൻ വളരെ ചെറുപ്രായത്തിൽ തന്നെ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു ഗവൺമെന്റ് ജോലി ലഭിച്ച ഒരു മനുഷ്യൻ. പക്ഷേങ്കിൽ ഇന്ന് അദ്ദേഹം വളരെ ഡിപ്രഷന്റെ സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. കേരളത്തിലെ പല ചെറുപ്പക്കാർക്കും പല കുഞ്ഞുങ്ങൾക്കും ജോലി ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള ഡിപ്രഷനുകളുണ്ട്. അതല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരുന്നു പോകുമോ എന്നുള്ള ചിന്താഭാരത്താൽ, മാതാപിതാക്കൾക്ക് ഞാനൊരു ഭാരമായി തീരുമോ എന്നുള്ള ഭാരത്താലുള്ള ഡിപ്രഷൻ ഉണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം,
ഡിപ്രഷന് പ്രത്യേകിച്ച് അങ്ങനെ കാരണമൊന്നും വേണ്ട, നെഗറ്റീവ് സൈഡ് വേണമെന്നൊന്നുമില്ല, മാനസിക സമ്മർദ്ദത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അനുഗ്രഹം ഉള്ളവന് അനുഗ്രഹം ഉള്ളതിന്റെ ഡിപ്രഷൻ, ഒന്നുമില്ലാത്തവന് അതില്ലാത്തതിൻ്റെതായിട്ടുള്ള ഡിപ്രഷൻ. അങ്ങനെ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾക്കകത്തുകൂടെ ഈവൻ പെന്റക്കോസ്റ്റൽ യൂത്ത്സ് പോലും കടന്നു പോകുന്ന ഒരു കാലമാണ് ഇതെന്ന് പറയുന്നത്. എന്നാ ഒണ്ടറാ ഊവേ എന്ന് കോട്ടയം ഭാഷയിൽ ഞങ്ങൾ ചോദിക്കും. എന്നാ ഒണ്ടറാ ഊവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്ന മറുപടി ഓ എന്നാ ഇരിക്കുന്നതാ. ആ ഉത്തരം കേൾക്കുമ്പോഴേ നമുക്കറിയാം ജീവിതം അത്ര സുഗമമല്ല, ജീവിതം അത്ര സുഗമമല്ല. എന്താ ഒണ്ടറാ വിശേഷം എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അല്ല എന്താ ഒണ്ടറ ഈ വിശേഷം എന്നൊക്കെ എന്റെ സമപ്രായക്കാരോടാണ് എടി എന്നൊക്കെ വിളിക്കുന്നത്. എന്നെ പിന്നെ വെറുതെ വിട്ടേക്കണ സ്തോത്രം, സ്തോത്രം. ഞാൻ എന്റെ സമപ്രായക്കാര്, എന്റെ കൂട്ടുകാരായിട്ടുള്ള എന്റെ സഹോദര വൃത്തങ്ങൾക്കകത്ത് ഉപയോഗിക്കുന്ന ഭാഷാ ശൈലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് വേണ്ടി മാത്രം ഞാനൊന്ന് പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ തിരിച്ചുള്ള ഉത്തരം കേൾക്കുമ്പോൾ നമുക്കറിയാം അകത്തെന്തുവാ കിടക്കുന്നത്. കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹൃദയം നിറഞ്ഞു കവിയുന്നതാ വായി സംസാരിക്കുന്നത്. വാക്ക് കേൾക്കുമ്പോ അറിയാം അകത്തെന്തുവാ. ഹലോ, വാക്ക് കേൾക്കുമ്പോ അറിയാം അകത്തെന്തുവാണെന്ന്. യോഹന്നാൻ ഒരിക്കൽ പറഞ്ഞു, കർത്താവേ എവരാരും നീ പറയുന്നത് കേൾക്കുന്നില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ഏലിയാവ് ചെയ്തതുപോലെ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി എവരെല്ലാം കത്തിച്ചു കളഞ്ഞേക്കാൻ പറഞ്ഞു. എനിക്ക് കർത്താവ് പറഞ്ഞ മറുപടി ഭയങ്കര ഇഷ്ടമാണ്. യേശു തിരിച്ചു പറഞ്ഞ മറുപടി, നീ ഏത് ആത്മാവിന് അധീനനെന്ന് നീ അറിയുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നൊരു കാര്യം ചോദിച്ചോട്ടെ പ്രിയരെ, പ്രസംഗം വലിച്ചു നീട്ടുകയാണെന്ന് ചിന്തിക്കരുത്. ഞാൻ അവിടെ നിന്നോണ്ടൊരു കാര്യം ചോദിച്ചോട്ടെ, യോഹന്നാൻ പറഞ്ഞത് ബിബ്ലിക്കലല്ലേ? യോഹന്നാൻ പറഞ്ഞത് ബിബ്ലിക്കലല്ലേ? ഏലിയാവ് ചെയ്ത ഒരു ശുശ്രൂഷ വീണ്ടും ഒന്ന് ആവർത്തിക്കപ്പെടണമെന്ന് യോഹന്നാൻ ആഗ്രഹിച്ചതാണോ യേശുവിനാൽ ശാസിക്കപ്പെടാനുള്ള കാരണം? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ. നമ്മൾ പലപ്പോഴും നമുക്ക് ആധാരം 66 പുസ്തകങ്ങളുള്ള ഈ വിശുദ്ധ വേദ പുസ്തകമാണ്. പല വിമർശകന്മാരും വിശേഷിച്ച് പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മ പ്രവർത്തികളെയും വിമർശിക്കുന്ന ഒരുപാട് അഭിഷിക്തന്മാർ എന്ന് പേരുള്ള, അവരൊക്കെ അഭിഷിക്തന്മാരായിരിക്കാം, ഞാൻ ആ പേരൊന്നും പദപ്രയോഗങ്ങളൊന്നും നടത്തുന്നില്ല, ഞാൻ അവരെക്കാളൊക്കെ ഒത്തിരി ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ്. എന്നാലും ദൈവാത്മാവ് ദുഃഖിക്കപ്പെടുന്നത് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാനും വയ്യ എന്നൊരു ആത്മീയ സമ്മർദ്ദത്തിനകത്ത് നിന്ന് സംസാരിച്ചു പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, പരിശുദ്ധാത്മ പ്രവർത്തികളെ വിമർശിക്കുന്ന അനേക അഭിഷിക്തന്മാരും എടുത്തുകൊണ്ട് വരുന്നത് ഇതിനകത്തുള്ള വാക്യം തന്നെയാ. യോഹന്നാൻ പറയുകയാണ്, ഏലിയാവ് ചെയ്തതുപോലെ, അഭിഷിക്തൻ ഒരിക്കൽ ചെയ്തതുപോലെ, ഹല്ലേലൂയ, അഭിഷിക്തൻ ഒരിക്കൽ ചെയ്തതുപോലെ ഒരു നാശം വരട്ടെ, ഒരു ശാപം നിനക്ക് ഭവിക്കട്ടെ, ഒരു വേദന നിനക്കുണ്ടാകട്ടെ എന്ന് പറയുന്നതിനെ യേശു ശാസിച്ചിട്ട് പറയുകയാണ്, നീ ഏത് ആത്മാവിന് അധീനനെന്ന് നീ അറിയുന്നില്ല. കാരണം യോഹന്നാനെ, നിന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ത്രിത്വത്തിൽ മൂന്നാമനാകുന്ന എന്റെ ആത്മാവല്ല. ഹലോ, നിങ്ങളിൽ ആരൊക്കെയോ ചിന്തിക്കുന്നു ഞാൻ ആരെയൊക്കെയോ വിമർശിക്കുകയാണെന്ന്. ഒരിക്കലുമല്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കുന്നവനായിരിക്കുമെന്നൊരു തീരുമാനത്തിന്റെ പ്രതിഷ്ഠ എന്നിലും നിങ്ങളിലും ജനിക്കുന്നതിനാവശ്യമായി ദൈവാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരാളെയും വിമർശിച്ചതല്ല. അതിനൊന്നും ഞാൻ ആളാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാകുന്ന കാലത്ത് ആ ബോധ്യം എടുത്തു കളയണമെന്ന് ഞാൻ ഈ സമയത്തും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ പറഞ്ഞ പദം ബൈബിളിനകത്തുള്ളതാ, ബിബ്ലിക്കലി ഒരിക്കൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ളതാ. ഒരു ശുശ്രൂഷയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, വേദപുസ്തകത്തിലെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദൈവാത്മാവിന് വിപരീതമായ പ്രവർത്തികളെ അധരത്തിനകത്ത് പിശാച് വിതച്ചപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് വെട്ടാൻ പ്രാപ്തിയുള്ള ഒരുവനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. മറ്റൊരു പദത്തിൽ പറഞ്ഞാൽ ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ മറ്റാരെക്കാളും ശ്രേഷ്ഠനായിരുന്നു ക്രിസ്തു. തെറ്റേത് ശരിയേത്? അതുകൊണ്ടല്ലേ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു എന്ന വെളിപ്പാട് പറഞ്ഞ് 3-4 വാക്യങ്ങൾക്ക് അപ്പുറം വെച്ച് അയ്യോ ഗുരു നിനക്കങ്ങനെ സംഭവിക്കരുത് എന്ന് പറഞ്ഞപ്പോ യേശു ഒരു മയവുമില്ലാതെ, ബെറിയോന ശിമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്ര എന്ന് പറഞ്ഞ അതേ ക്രിസ്തു നാവ് വളച്ചെടുത്ത് 4 വാക്യങ്ങൾക്ക് അപ്പുറത്ത് വെച്ച് തന്റെ അരുമ ശിഷ്യനും ശിഷ്യരിൽ പ്രധാനിയാകുന്ന പത്രോസിനെ ശാസിച്ചിട്ട് പറയുന്നത്, സാത്താനെ നീ എന്നെ വിട്ടു.
കാരണം കർത്താവിന് മനസ്സിലായി ഈ പറയുന്ന വാക്കിന്റെ ഉറവിടം ഏത് സ്പിരിറ്റ് ആണെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയരെ, പറയുന്ന വാക്കുകൾക്ക് പുറകിൽ ചലിക്കുന്ന ഒരു ആത്മതലമുണ്ട്. ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. പറയുന്ന വാക്കുകൾക്ക് പുറകിൽ ചലിക്കുന്ന ഒരു ആത്മതലമുണ്ട്. ഇന്ന് രാത്രി ഏതൊക്കെയോ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചിലർ പറഞ്ഞു സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ഉയർച്ചയ്ക്കെതിരെ, നന്മയ്ക്കെതിരെയുള്ള ചില വാക്കിന്റെ കുരുക്കുകളെ ദൈവാത്മാവ് കത്തിച്ചു കളഞ്ഞിട്ട് നിന്റെ മേലൊരു ഹോറേബിന്റെ അനുഭവത്തെ തുറന്നു തരാൻ, നിന്റെ മേലൊരു ധൈര്യത്തെ പകർന്നു തരാൻ, ഒരിക്കൽ മുടങ്ങിപ്പോയ എന്തിനോ വീണ്ടും ചിലതിന്റെ മേൽ പകരാൻ മനസ്സുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഞാൻ തിരിച്ചു വന്നോട്ടെ പ്രിയരെ. അങ്ങനെ പോയാൽ ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടതായി വരും. അബ്രഹാം ജീവിച്ചിരുന്നത് മരണം വാഴ്ച നടത്തിയ കാലത്തിലായിരുന്നു. മരണം വാഴ്ച നടത്തിയ കാലത്തിൽ ജീവിച്ചിരുന്ന അബ്രഹാം പ്രാപിച്ച വെളിപ്പാടെന്ന് പറയുന്നത് മരണത്തിന്റെ അധികാരത്തെ പൊളിക്കുന്നവനാണ് ദൈവം എന്നുള്ളതാണ്. എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ കാലത്തെ ഭരിക്കുന്ന സുപ്പീരിയർ സ്പിരിറ്റ് ഏതോ അതിനെ പൊട്ടിക്കാനുള്ള അധികാരം എന്റെ ദൈവത്തിനുണ്ട് എന്ന ശക്തമായ കാലഘട്ടത്തിന്റെ വെളിപ്പാടാണ് വിശ്വാസികളുടെ പിതാവിന്റെ മേൽ ദൈവം പകർന്നു കൊടുത്തത്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, അബ്രഹാം ജീവിച്ചിരുന്ന കാലത്തിന്റെ പ്രത്യേകത മരണം വാഴ്ച നടത്തുന്ന കാലം. അബ്രഹാം പ്രാപിച്ച വെളിപ്പാടെന്ന് പറയുന്നത് എന്റെ ദൈവം മരണാധികാരത്തെ പൊട്ടിക്കുന്നവനാണ്. എന്റെ ദൈവം ജീവന്റെ ദാതാവാണ്. വാഴ്ച നടത്തുന്ന കാലത്തിന്റെ പേര് മരണം. ഞാൻ പ്രാപിച്ച വെളിപ്പാടിന്റെ പേര് ജീവൻ. വാഴ്ച നടത്തുന്ന കാലത്തിന്റെ പേര് മരണം. ഞാൻ പ്രാപിച്ച വെളിപ്പാടിന്റെ പേര് ജീവൻ. അങ്ങനെയെങ്കിൽ ആ കാലത്തെ ഭരിക്കുന്ന സുപ്പീരിയർ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു വെളിപ്പാട് എന്റെ മേൽ ദൈവം പകരുമെന്നുള്ളതല്ലേ അതിനകത്ത് മറന്നു. നിങ്ങളുടെ മുഖം കണ്ടിട്ട് ഞാൻ രണ്ടാം ക്ലാസ്സിൽ വന്നിട്ട് 10ാം ക്ലാസ്സിലെ സിലബസ് പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ആരും ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ്. ഒരുപാട് ആളുകൾ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ഓൺ ചെയ്ത മറ്റു പലരുടെയും മുഖം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. അത്ര വലിയ സാധനമൊന്നും അല്ലല്ലോ പറയുന്നത്. സ്തോത്രം. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, അത് ഒന്ന് സ്വീകരിക്കണേ. സ്തോത്രം. അബ്രഹാം ജീവിച്ചിരുന്ന കാലത്തെ ഭരിച്ച ആ പ്രത്യേക ആത്മതലം എന്ന് പറയുന്നത് മരണമാണ്. ബൈബിൾ പറയുന്നു മരണം വാഴ്ച നടത്തുന്ന കാലം. ഇദ്ദേഹം പ്രാപിച്ച വെളിപ്പാട് ജീവൻ. അങ്ങനെയെങ്കിൽ അതിന്റെ അർത്ഥം ആ കാലഘട്ടത്തെ ഭരിക്കുന്ന ആത്മതലം ഏതോ അതിനെ ജയിക്കാൻ കഴിയുന്ന ഒരു അഭിഷേകം വിശ്വാസികളുടെ പിതാവിൽ ദൈവം 4000 വർഷങ്ങൾക്ക് മുമ്പ് പകർന്നു കൊടുത്തു എന്നല്ലേ. സ്തോത്രം. അതവിടെ നിൽക്കട്ടെ. എനിക്ക് ഒന്ന് വിശദീകരിക്കണം കേട്ടോ. അതാ ഞാൻ പ്രാരംഭമായി പറഞ്ഞത്, നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരണമെന്ന്. പഴയ നിയമത്തിൽ ഏതെങ്കിലും കഥയായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം പോകാമായിരുന്നു. കാരണം നമുക്കെല്ലാം അറിയാം, ലാസ്റ്റ് നെഹമ്യാവും മതിൽ പണിയും. സൻബല്ലത്തും തോബിയാവും എത്ര എതിർത്താലും ലാസ്റ്റ് നെഹമ്യാവും മതിൽ പണിയും. ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു എന്ന് അദ്ദേഹം പറയും. അറിയാം. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ നിങ്ങളെക്കാളൊക്കെ വളരെ പരിമിതമായ വേദപരിജ്ഞാനമുള്ള ഒരു സാധാരണക്കാരൻ മാത്രമാണ്. ഒരു പാസ്റ്റർ എന്ന് പോലും നിങ്ങൾ എന്നെ പാസ്റ്റർ എന്ന് വിളിക്കേണ്ട, എനിക്ക് അപ്പോസ്തലൻ എന്നുള്ള പേരും വേണ്ട, പ്രവാചകൻ, അങ്ങനെയുള്ള യാതൊരു ടൈറ്റിലുകളും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എനിക്ക് അതിന്റെ ഒന്നും ആവശ്യവുമില്ല. ഞാൻ നിങ്ങളെക്കാളൊക്കെ വളരെ ചെറിയവനാണ്. സ്തോത്രം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാമിന് താൻ ജീവിച്ചിരുന്ന കാലത്തെ ഭരിക്കുന്ന ആ മേഖലയെ ജയിക്കാനുള്ള അഭിഷേകത്തെ ദൈവം പകർന്നു കൊടുത്തെങ്കിൽ, ഗലാത്യ ലേഖനം പറയുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ ജാതികൾക്ക് വരുന്നു. എന്ന് വെച്ചാൽ അബ്രഹാമിന്റെ മേൽ കിടക്കുന്ന ഒരു അനുഗ്രഹം അവൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ ഭരിക്കുന്ന
ആ സുപ്പീരിയർ സ്പിരിറ്റിനെ ജയിക്കാനുള്ള അഭിഷേകം അവന് കൊടുക്കുന്നതായിരുന്നെങ്കിൽ അതേ അനുഗ്രഹം എനിക്ക് തരുവാൻ എന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സഭയോട് പ്രവചിക്കുന്നു. ഈ 2025 ഭരിക്കുന്ന ഈ ലോകത്തിന്റെ കാലഗതിയെ ജയിക്കാൻ, ഈ കാലഘട്ടത്തിന്റെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന തീരുമാനിക്കുന്ന ഇതിന്റെ കൾച്ചറിനെ ജയിക്കാനുള്ള അഭിഷേകം എന്റെ മേലവൻ പകരുമെന്ന്. എത്ര പേര് വചനത്തോട് അങ്ങനെ തന്നെ നീതി പുലർത്തുന്നു? എത്ര പേര് വചനത്തെ ആത്മാർത്ഥമായി ആത്മാവിൽ സ്വീകരിച്ച് അതിനൊരു ആമേൻ പറയാൻ തയ്യാറാവുന്നു? എന്നെ കേൾക്കുന്ന പ്രിയരെ, കാലം വല്ലാത്തതാണ്, ലോകം വല്ലാത്തതാണ്. എന്തൊരു കാലമാണ്! നോ, ഏത് കാലമായാലും ആ കാലത്തിൽ എന്റെ അപ്പനാകുന്ന അബ്രഹാമിന് ആ കാലത്ത് ജയിക്കാനുള്ള അഭിഷേകം പകരപ്പെട്ട് കൊടുത്തുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ കാലത്തെ ഭരിക്കുന്ന ദുർഭൂത മണ്ഡലം ഏതോ അതിനെ ജയിക്കാനുള്ള പകർച്ച ഒരാളും പറയരുത് വല്ലാത്ത കാലത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഒരാളും പറയരുത് എന്തൊരു കാലമായത്, എന്തൊരു ലോകമായത്. നോ, ഈ ലോകം ഏതായാലും കാലം ഏതായാലും ഇതിനെ ജയിക്കാൻ കഴിയുന്ന ആത്മാവ്, ഇതിനെ ജയിപ്പിക്കുന്ന ആത്മാവ്, ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഈ കാലത്തിനാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, വേദപുസ്തകം ഉറപ്പ് നൽകുന്നത്. തിരുവനന്തപുരത്ത് കൊലപാതകം ഉണ്ടായിരിക്കാം, ഞാൻ അതിനെ ഒന്നും ദൂഷിക്കുകയല്ല, അതിനെ ഒന്നും ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുകയല്ല, ആ കുടുംബങ്ങളെ ഒന്നും ഡിസോണർ ചെയ്യുകയല്ല. തിരുവനന്തപുരത്ത് കൊലപാതകം ഉണ്ടായെന്നിരിക്കാം, നാളെ മലപ്പുറത്ത് എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കാം, നോർത്ത് ഇന്ത്യയിൽ പലതും ഉണ്ടായെന്നിരിക്കാം, ദേശത്ത് ഒരാണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേയാണ്ടിൽ മറ്റൊരു വർത്തമാനവും കേട്ടെന്നിരിക്കാം. പക്ഷേ ഇതിനെ ജയിക്കുവാൻ കഴിയുന്ന ഒരാത്മഫലം ഈ കാലഘട്ടത്തിൽ എനിക്ക് ചില ആത്മാവ് പ്രവചിക്കുന്നല്ലോ, ചിലതിന്റെ മേൽ എനിക്ക് പകരാൻ ഈ കാലഘട്ടത്തിന്റെ ശക്തികളെ ജയിക്കാൻ, ഈ കാലത്തിലെ ദുർഭൂത മണ്ഡലങ്ങളെ ജയിക്കാൻ, ഏത് LGBTQ ആയാലും, ഏത് മേഖലയായാലും, ഏത് അശുദ്ധിയുടെ സ്പിരിറ്റ് ആയാലും, ഏത് കൾച്ചറായാലും അതിനെ ജയിക്കുന്ന ഒരാത്മ പകർച്ച ഇടാൻ ദൈവത്തിന് മനസ്സുണ്ട്. ഞാൻ ചില കുടുംബങ്ങളെ നോക്കി ഒന്ന് ആത്മാവിൽ പ്രഖ്യാപിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒരു ഭാരം എന്റെ മേൽ നിഴലിടുന്നത് കൊണ്ട് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കാൻ തയ്യാറാകുകയാണ്. അനേക ദൈവദാസന്മാരുടെ തലമുറ വഴിതെറ്റിപ്പോയി, അനേക പെന്തിക്കോസ് കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്നാൽ നിന്റെ തലമുറ തെറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബത്തിലുള്ള ഒന്നിനെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഒരു അഭിഷേകത്തിൽ അവരുടെ മേൽ പകരാൻ ദൈവത്തിന് മനസ്സുണ്ടെന്ന് ഇന്ന് രാത്രി നമ്മളൊന്ന് തിരിച്ച് എന്നെ കേൾക്കുന്ന പ്രിയരെ, മരണം വാഴ്ച നടത്തിയ കാലത്തെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു ദൈവിക വെളിപ്പാടിനാൽ ആ മനുഷ്യൻ ജയിച്ചു. ആ മനുഷ്യന്റെ മക്കളാണ് നാമെന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നു. നാം വാഗ്ദത്ത സന്തതികളത്രേ, നാം അബ്രഹാമ്യ സന്തതികളത്രേ. അപ്പന്റെ ശാപം തലമുറയെ സ്വാധീനിക്കുമെങ്കിൽ അപ്പന്റെ പ്രവൃത്തിയുടെ പരിണിത ഫലമാകുന്ന അനുഗ്രഹങ്ങൾ എന്തുകൊണ്ട് സ്വാധീനിക്കത്തില്ല? ഹലോ, ഇന്നയാളിൽ നിന്ന് ജനിച്ചു എന്ന കാരണത്താൽ പിശാച് ഒരുവനെ പാരമ്പര്യമായി പിടിക്കാൻ സാധ്യതയുണ്ട്. ശാപം ചില കുടുംബങ്ങളിൽ തേർവാഴ്ച നടത്തുന്ന കാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മേഖലകളിൽ കണ്ടിട്ടുണ്ട്. അപ്പൻ ചെയ്ത പ്രവൃത്തിയുടെ പരിണിത ഫലം തലമുറ അനുഭവിക്കുന്നു. അപ്പന്റെ പാപത്തിന്റെ ഫലം, അപ്പന്റെ ദുഷ്പ്രവർത്തിയുടെ ശാപം തലമുറ ചുമക്കേണ്ടി വരുന്നു. അങ്ങനെ നിരപരാധികളായ ഒരുപാട് ചെറുപ്പക്കാർ, എനിക്കറിയത്തില്ല, ഞാൻ ചെറുപ്പക്കാരെ ഉദ്ദേശിച്ച് ശുശ്രൂഷിക്കാനൊന്നും വന്നതല്ല, പക്ഷെങ്കിൽ അങ്ങ് വന്നു പോവുക, സ്തോത്രം.
നിശ്ചയമായിട്ടും തകർന്നു പോകുന്ന ഒരു തലമുറയെ കുറിച്ച് നമുക്ക് ആർക്കും ഭാരമില്ലെങ്കിലും കർത്താവിന് ഭാരമുണ്ട് പ്രിയരെ. നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ആശ്വസിപ്പിക്കാൻ, അല്ലെങ്കിൽ മകനെ ജീവിപ്പിക്കാൻ, ആ സഹോദരി ആശ്വസിപ്പിക്കാൻ യേശുവിനെ ആരും വിളിച്ചൊന്നുമില്ല. ആരും കത്ത് അയച്ചില്ല. നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു, വന്ന് രക്ഷിക്കാനൊന്നും ആരും റെക്കമെൻഡേഷൻ ലെറ്ററുമായിട്ട് പോയില്ല. സ്തോത്രം. പ്രാർത്ഥിക്കാത്തൊരു വിഷയ, ആരുടെയും കണ്ണിൽ യേശുവിന്റെ അടുക്കൽ ആരും ചെന്ന് എത്തിക്കാത്തൊരു വിഷയ. എത്തിച്ചു എന്ന് ബൈബിൾ പറയുന്നില്ല. കർത്താവ് നേരിട്ടങ്ങ് ഇറങ്ങുകയായിരുന്നു. നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, തകർന്നു പോകുന്ന ചെറുപ്പക്കാരെ കുറിച്ച്, വേദനിക്കുന്ന യുവത്വങ്ങളെ കുറിച്ച് മറ്റാർക്കും ഭാരമില്ലെങ്കിലും എന്നെ കേൾക്കുന്ന ഏതൊക്കെയോ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, അപ്പൻ നിന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കാം, അമ്മ നിനക്ക് വേണ്ട കരുതൽ നൽകിയില്ലായിരിക്കാം, നിന്റെ ബോയ് ഫ്രണ്ട് നിന്നെ ഇട്ടിട്ട് പോയിട്ടില്ലായിരിക്കാം, നിന്റെ ഗേൾ ഫ്രണ്ട് നിന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ ഏത് സമയത്തും നിനക്ക് കയറി ചെല്ലുവാൻ കഴിയുന്ന ഒരു പിതാവിന്റെ സാന്നിധ്യമുണ്ട്. അവൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ഏതൊക്കെയോ പാസ്റ്റർമാര് പ്രസംഗിച്ചു കാണും, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്തവനെ, നിനക്കിനി ഒരു ക്ഷമയുടെ കാലമില്ല എന്ന് ആരെങ്കിലും ഒക്കെ നിന്നെ നോക്കി പ്രവചിച്ചിട്ടുണ്ടായിരിക്കും. നോ, ദൈവഹിതപ്രകാരമല്ലാത്ത നിന്റെ മേലൊരു ഭയങ്കര ദൈവിക സ്വാതന്ത്ര്യം, ദൈവിക സത്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഇന്ന് രാത്രി ഞാൻ പകരുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ തുറന്നു വിടുകയാണ്. ഹല്ലേലൂയ. ഒത്തിരി ചെറുപ്പക്കാര് എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം, കേൾക്കുന്നില്ലായിരിക്കാം, പിന്നത്തേതിലൊക്കെ ആയിരിക്കാം ഈ മെസ്സേജ് കേൾക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏത് പാപം നീ ചെയ്താലും നിനക്ക് കയറി ചെന്നാൽ നിന്നെ ഉപേക്ഷിക്കാത്ത ഒരപ്പൻ നിനക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ബില്ലി ഗ്രഹാം പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. തന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ ഏതാണ്ട് 3/4 ഭാഗങ്ങളോളം എത്തി നിന്ന സമയത്ത് തനിക്ക് പ്രിയപ്പെട്ട തന്റെ മകൾ താൻ തന്നെ പറഞ്ഞൊരു സാക്ഷ്യമാണ്. തന്റെ മകൾ വിവാഹ ബന്ധത്തിന്റെ വേർപിരിയൽ എന്നൊരു സാഹചര്യത്തിനകത്തൂടെ കടന്നുപോയി. ആ ഡൈവോഴ്സ് കോടതി അപ്രൂവ് ചെയ്ത് തിരികെ വീട്ടിലേക്ക് ആ യുവതി കയറി വരുമ്പോ അവളുടെ ഹൃദയത്തിനകത്ത് ഒത്തിരി ഭാരമുണ്ട്. കാരണം എന്റെ അപ്പൻ ലോകരാജ്യങ്ങൾ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനാണ്. അദ്ദേഹം പ്രസംഗിക്കുന്നത് ഉപേക്ഷണത്തിന് വിരുദ്ധമാണ്. കാരണം ഉപേക്ഷണം ഞാൻ വെറുക്കുന്നു എന്ന് ഉള്ള ദൈവവചനമാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു ആക്ഷേപമായി പോയല്ലോ. ഞാൻ ഈ പറയുന്നത് വെറുതെ അല്ല കേട്ടോ. അനേക ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കരയുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അനേക ദൈവഭൃത്യന്മാരുടെ തലമുറകൾ ഒരിക്കൽ പറ്റിപ്പോയ പാതകത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തത് ഞാൻ കേട്ടിട്ടുണ്ട്. ആത്മഹത്യയുടെ വാക്കിൽ എത്തി നിന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നുപ്രിയരെ, വിധിക്കുന്നത് നിർത്ത്, ഉഴപ്പുന്നത് നിർത്ത്, വിമർശിക്കുന്നത് നിർത്ത്. തലമുറകൾക്ക് വേണ്ടി ഒന്ന് കരയാനോ പ്രാർത്ഥിക്കാനോ പറ്റിയില്ലെങ്കിലും നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന ചിലതിനെ ചേർത്തു പിടിച്ച് ഒന്ന് സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. ദൈവം സ്നേഹമാകട്ടോ. ദൈവം സ്നേഹമാ. ആ മനുഷ്യൻ പറഞ്ഞത്, ആ സഹോദരി ഞാൻ ആക്ഷേപമാകുമല്ലോ എന്ന് വിചാരിച്ച് വളരെ വേദനയോടെ, ഭാരത്തോടെ, വളരെ കുറ്റബോധത്തോടുകൂടെ ആ ദൈവദാസി കയറി വീടിനകത്തേക്ക് കയറുമ്പോ അപ്പൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, ടേക്ക് യുവർ സീറ്റ് ആൻഡ് ഹാവ് യുവർ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കസേര കയറി ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവദാസിക്ക് പ്രത്യേകം കസേര ആ വീട്ടിലുണ്ടെന്നല്ല, അതൊരു ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗം മാത്രമാണ്, അതൊരു ഫ്രേസ് മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഈ വീട്ടിൽ തുടരുന്നതിന് എന്റെ വക പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല. നിനക്ക് ഈ വീട്ടിൽ തുടരുന്നത് കൊണ്ട്, നീ ഡൈവോഴ്സ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ തെരുവിലേക്ക് ഇറക്കി വിടാൻ പോകുന്നൊന്നുമില്ല. ബിഷപ്പ് ടി.ഡി. ജേക്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളെ നിങ്ങൾക്ക് എവിടെ വേണേ പോകാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. ദൈവകൃപയ്ക്ക് വിരുദ്ധമായി ദുഷ്കാമ പ്രവർത്തികൾക്ക് വേണ്ടി ദൈവകൃപയെ സ്വാധീനിക്കുന്ന, അല്ല ദൈവകൃപയെ അങ്ങനെ കോട്ടിക്കളയുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ കൃപയുടെ ആധിക്യ സുവിശേഷം അല്ല ഞാൻ പറഞ്ഞത്. ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, മക്കളെ നിങ്ങൾക്ക് ഏത് പാപം വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾ എന്ത് കുറ്റം വേണമെങ്കിലും ചെയ്യാം, പക്ഷേങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എന്റെ വീടിന്റെ വാതിൽ കൊട്ടിയടയ്ക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ഹലോ, എന്നെ കേൾക്കുന്ന പ്രിയരെ, എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത്
വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന വളരെ മാന്യനായ ഒരു ചെറുപ്പക്കാരൻ, വളരെ നന്നായി പഠിക്കുകയും എൻട്രൻസ് എക്സാമിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി ഉത്സാഹിക്കുകയും ചെയ്യുന്ന വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ 1.5 മാർക്ക് തന്റെ പരീക്ഷയ്ക്കകത്ത് കുറഞ്ഞുപോയി എന്ന കാരണത്താൽ, അപ്പന്റെയും അമ്മയുടെയും സ്റ്റാറ്റസിന് അത് കുറവാകുമെന്ന കാരണത്താൽ വളരെ രൂക്ഷമായി, ഒരു കുറ്റം പോലും ചെയ്യാതിരുന്ന ചെറുപ്പക്കാരനെ വളരെ രൂക്ഷമായി അപ്പനും അമ്മയും ശാസിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാമോ, ശാസിച്ച ശേഷം അപ്പനും അമ്മയും സൂപ്പർ മാർക്കറ്റിൽ എന്തോ മേടിക്കാൻ വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോ അവർ മുറിക്കകത്ത് കാണുന്നത് മകന്റെ കെട്ടിത്തൂങ്ങിക്കിടക്കുന്ന ബോഡിയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടത് സംഭവിച്ചു? ഒരു നേരത്തേക്ക് ദുരാത്മാവ് കയറിയെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് തള്ളിവിടാം. പക്ഷേങ്കിൽ മകന്റെ മാനസിക നിലവാരം തിരിച്ചറിയാതെ അങ്ങ് കഠിനമായി വിമർശിച്ചു, കഠിനമായി ശാസിച്ചു. എന്റെ പൊന്നു സഹോദരങ്ങളെ, തലമുറയുടെ മേൽ കിടക്കുന്ന അഭിഷേകം എന്തെന്നും, തലമുറയുടെ ആത്മീക നിലവാരം എന്തെന്നും, തലമുറയുടെ ഭൗതിക നിലവാരം എന്തെന്നും, തലമുറയുടെ മാനസിക നിലവാരം എങ്ങനെയെന്നുള്ളതും വിവേചിക്കുന്ന ഒരു ആത്മീകനായി മാതാപിതാക്കൾ മാറണം. നിർബന്ധമാ. പണ്ട് പൂവരശിന്റെ വടി വെട്ടി കാണിച്ച പിള്ളേർ പേടിക്കുമായിരുന്നു. അതൊന്നും നടക്കുകയില്ല. ഹല്ലേലൂയ. പണ്ട് പേടിപ്പിച്ച് അനുസരിപ്പിക്കായിരുന്നു, ഇന്ന് നടക്കത്തില്ല. അനുസരിക്കത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് അവരെ തള്ളിവിടാനൊന്നും പറ്റത്തില്ല. സ്തോത്രം. ആർക്കാ നഷ്ടം? പോയാ നമുക്കാ നഷ്ടം. സ്തോത്രം. എന്നോട് ഒരാള് പറഞ്ഞു, ഒരു പെൺകുട്ടി, ഏകദേശം 17 വയസ്സുള്ള ഒരു പെൺകുട്ടി എവിടുന്നോ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ ഫോൺ വിളിച്ചു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. എന്നോട് പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു ദൂത് സംബന്ധമായ ഒരു ദൈവശബ്ദം അവളോട് പറഞ്ഞു. അത് സംബന്ധമായി അവൾ എന്നോട് പറയാം, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. ഞാൻ ചോദിച്ചു, നീ ആത്മഹത്യ ചെയ്ത് ആർക്കാ നഷ്ടം? നീ ആത്മഹത്യ ചെയ്ത് ആർക്കാ നഷ്ടം? എനിക്കെന്തോ അപ്പ അങ്ങനെ പറയാൻ തോന്നി. നീ ഒന്ന് ചിന്തിക്കുക, നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ നിന്റെ അപ്പനും അമ്മയും നിന്റെ ഡെഡ് ബോഡിക്ക് മുമ്പിലിരുന്ന് കരയുന്ന കാഴ്ച ഒന്ന് ധ്യാനിച്ചിട്ട് നിനക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ചങ്കൂറ്റം കിട്ടുന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, പേടിപ്പിച്ച് ഭരിക്കാമെന്നൊന്നും നമുക്കിനി പറ്റത്തില്ല. പക്ഷേങ്കിൽ അങ്ങനെ അനുസരിക്കത്തില്ല എന്ന് വെച്ച് നമുക്കൊരു തലമുറയെ തള്ളിക്കളയാൻ പറ്റുമോ? ഹല്ലേലൂയ. മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ല് പറയും, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. സ്വന്തം അപ്പനും അമ്മയ്ക്കുവേ ഉള്ളൂ നഷ്ടത്തിന്റെ വേദന അറിയാൻ പറ്റത്തുള്ളൂ. കണ്ണീര് പൊഴിച്ച് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ അപ്പനും അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ അതിന്റെ വൈഷമ്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന ദൈവശബ്ദം എന്താ? ഞാൻ പറഞ്ഞു വരുന്ന ദൂതെന്താ? തലമുറയുടെ നിലവാരങ്ങളെ വിവേചിച്ച് അവരോട് ദിവ്യ സ്വഭാവത്തിൽ പെരുമാറുവാൻ കഴിയത്തക്ക വിധത്തിൽ ഒരു അഭിഷേകം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അവരിൽ നടക്കുന്ന മാറ്റങ്ങളെ, സൈക്കോളജിക്കാർ പറയുന്ന പോലെ അവരിൽ നടക്കുന്ന മാറ്റങ്ങളെ യഥേഷ്ടം നിങ്ങൾ പഠിക്കണം, അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേങ്കിൽ അവരുടെ നിലവാരങ്ങളെ ആത്മാവിൽ വിവേചിക്കാനുള്ള ഒരു മിനിമം കപ്പാസിറ്റി എങ്കിലും നമുക്ക് വേണം പ്രിയരെ. സ്തോത്രം. നമ്മുടെ നാട് നീളെ പരസ്യവും പ്രസംഗിച്ച് നടന്നിട്ട് നമ്മുടെ തലമുറയെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ, നമ്മുടെ നാട് മുഴുവൻ ദൈവരാജ്യത്തെ വെളിപ്പെടുത്തി നടന്നിട്ട് സ്വന്തം വീടിനകത്ത് ദൈവപ്രവൃത്തി ഇല്ല എങ്കിൽ എത്രയോ സങ്കടകരമാകുന്ന അവസ്ഥയാണത്. ഇന്ന് രാത്രി ഏതൊക്കെയോ കുടുംബങ്ങളെ ദൈവാത്മാവ് വ്യക്തമായി തൊടുന്നത്, ഏതൊക്കെയോ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള നിലവിളിയെ അപ്പൻ എന്നെ മനസ്സിലാക്കുന്നില്ല, അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ല, സഹോദരങ്ങൾ എന്നെ തിരിച്ചറിയുന്നില്ല. അങ്ങനെയുള്ള ഞരക്കങ്ങളെ പൊളിക്കത്തക്ക വിധത്തിൽ ദൈവ സ്നേഹം ആ തലമുറയുടെ ഹൃദയത്തെ ഭരിക്കാൻ. അങ്ങനെയുള്ള ഹൃദയങ്ങളിലേക്ക് ദൈവ സ്നേഹം പകർന്നിറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ തിരിച്ചു വരട്ടെ. അബ്രഹാമിന്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കുമെന്ന് ബൈബിൾ പറയുന്ന ആ ദൂതകത്തെ പ്രധാന മർമ്മം എന്ന് പറയുന്നത്, എന്റെ അപ്പനാകുന്ന അബ്രഹാമിന് താൻ ജീവിച്ചിരുന്ന കാലത്ത് ജയിക്കാനുള്ള അഭിഷേകം ലഭിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ മകനാകുന്ന എനിക്കും അത് ലഭിക്കുമെന്നുള്ളതല്ലേ. സ്തോത്രം. അങ്ങനെയെങ്കിൽ നെഞ്ചത്ത് കൈവച്ചിട്ട്, വേണ്ട, സ്വന്തം ശിരസിലേക്ക് കരം വെച്ചിട്ട് പറ, ഈ കാലത്തെ ഞാൻ ജയിക്കും, ഈ കാലത്തെ എന്റെ തലമുറ ജയിക്കും,
ഈ കാലത്തെ എന്റെ കുടുംബം ജയിക്കും. ഏത് പ്രതിസന്ധി വന്നാലും വിശുദ്ധിയിൽ നിന്ന് വീഴ്ത്തിക്കളയാൻ, വേർപാടിൽ നിന്ന് മാറ്റിക്കളയാൻ, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് മരണശക്തി വന്നാലും, ഏത് ഭീഷണി വന്നാലും, ഏത് വശീകരണം വന്നാലും, കാലഘട്ടത്തിന്റെ പൈശാചിക യുദ്ധതന്ത്രങ്ങളെ ഞാൻ ജയിക്കും. കാരണം എന്റെ മേൽ താൻ പ്രാപിച്ച വെളിപ്പാട് ജീവൻ എന്നുള്ളതായിരുന്നു. ആ ഭാഗം വിട്ട് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരികയാണ്. താൻ പ്രാപിച്ച വെളിപ്പാട് ജീവൻ എന്നുള്ളതായിരുന്നു. താൻ ജീവൻ എന്ന വെളിപ്പാട് പ്രാപിച്ചതിന് അനന്തരം തന്റെ സഹധർമ്മിണിയുടെ ഉദരത്തെ ബാധിച്ചിരുന്ന മരണത്തെ ദൈവാത്മാവ് കൂട്ടി. താൻ പ്രാപിച്ച വെളിപ്പാട് ജീവൻ. ആ ജീവൻ തന്റെ സഹധർമ്മിണിയുടെ ഉദരത്തിലേക്ക് വ്യാപരിച്ചു. ഞാനൊരു ദൂത് പറയാം. നിങ്ങൾ പ്രാപിച്ച വെളിപ്പാട് മുഖാന്തരം നിങ്ങളുടെ കുടുംബത്തിൽ ചിലതിനെ കേട്ട് കർത്താവ് പൊട്ടിക്കും. നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവിക പരിജ്ഞാനം നിങ്ങളുടെ ആത്മീക ടെറിട്ടറിക്ക് അകത്ത് കിടക്കുന്ന ചിലതിന്റെ കെട്ടിനെ പൊട്ടിക്കത്തക്ക വിധത്തിൽ കാരണമായി തീരും. ചിലരോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, നീ ദൈവത്തെ കുറിച്ച് പ്രാപിച്ച പരിജ്ഞാനം ചിലതിന്റെ കെട്ടിനെ പൊട്ടിക്കാൻ പ്രാപ്തിയുള്ളതാണെന്ന് വരും ദിവസങ്ങളിൽ ആത്മാവ് തെളിയിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഞാൻ പ്രാപിച്ച ദൈവിക പരിജ്ഞാനം എന്തോ, ഞാൻ പ്രാപിച്ച ദൈവിക പരിജ്ഞാനം ഏതോ, അതിന്റെ ജീവിക്കുന്ന അടയാളമായി ഞാനും എന്റെ കുടുംബവും ഈ തലമുറയിൽ മാറ്റപ്പെടും. ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാട് ഏതോ, അതിന്റെ ജീവിക്കുന്ന അടയാളമായി എന്നെ ദൈവം ഈ തലമുറയിൽ നിർത്തും. ഫോർ ഷുവർ ഐ ആം സേയിങ് ദാറ്റ്. ഉറപ്പിച്ച് ഞാൻ പറയാം. ചില അഭിഷിക്തന്മാരോട് പറയാം, ചില പ്രവാചകന്മാരോട് പറയാം, ചില പ്രവാചകിമാരോട് പറയാം, ചില കുടുംബങ്ങളോട് പറയാം, ശുശ്രൂഷ ഉള്ളവരായിക്കോട്ടെ ശുശ്രൂഷ ഇല്ലാത്തവരായിക്കോട്ടെ, ദൈവ മക്കളെന്ന അധികാരം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച കൃപ പ്രാപിച്ച ദൈവത്തെ കുറിച്ച് പ്രാപിച്ച വെളിപ്പാട് ഏതോ, ദൈവത്തെ കുറിച്ച് പ്രാപിച്ച അറിവേതോ, അതിന്റെ ജീവിക്കുന്ന അടയാളം. നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാട് അവൻ യഹോവ റാഫ, സൗഖ്യദായകൻ എന്നുള്ളതാണെങ്കിൽ മുഴുവൻ ആളുകളോട് ഞാൻ പറയാം, നിന്റെ ജീവിതത്തിൽ അവൻ സൗഖ്യമായി വെളിപ്പെട്ടിരിക്കും. അവൻ യഹോവ ഇരേ, കരുത്തവൻ എന്നൊരു വെളിപ്പാട് നിനക്ക് അവനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ, ആത്മാവിൽ അത് പറഞ്ഞു പ്രാർത്ഥിക്കത്തക്ക വിധത്തിൽ ഒരു അഭിഷേകം നിനക്കുണ്ടെങ്കിൽ, ഉറപ്പിച്ച് ഞാൻ പറയാം, നിന്റെ ജീവിതത്തിലും തലമുറയുടെ ജീവിതത്തിലും യഹോവ തന്നെ വെളിപ്പെട്ടിരിക്കും. എനിക്ക് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം ഏതോ, അതിന്റെ ജീവിക്കുന്ന അടയാളമാണ് ഞാൻ. ഹല്ലേലൂയ. അതിന്റെ ജീവിക്കുന്ന അടയാളമാണ് ഞാൻ. ഞാൻ നിസ്സാരക്കാരനല്ല, എന്റെ അല്ല കേട്ടോ. നമ്മൾ ആരും ആത്മാവിൽ ഒന്ന് പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പറഞ്ഞേ, ഞാൻ നിസ്സാരക്കാരനല്ല. എന്റെ മേൽ കിടക്കുന്നത് അബ്രഹാമിന്റെ അനുഗ്രഹമാണ്. ഞാൻ സാധാരണക്കാരനല്ല. എന്റെ മേൽ കിടക്കുന്നത് ദൈവിക അഭിഷേകമാണ്. സ്തോത്രം. ഞാൻ അവന്റെ ദൂതുകളുടെ ജീവിക്കുന്ന അടയാളമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവനെ കുറിച്ച് ഞാൻ പ്രാപിച്ച വെളിപ്പാട് എന്തോ, അതിന്റെ ഡിസ്പ്ലേ ആണ് ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ. പലരും നിങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ടായിരിക്കാം, പെന്തിക്കോസിൽ പോയി എന്തോ കിട്ടി. ഒരു പഴയ പഴഞ്ചൊല്ലുണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല. പെന്തിക്കോസിൽ പോയി എന്തോ കിട്ടി. അതല്ല എന്നുണ്ടെങ്കിൽ നീ സൗഖ്യമാക്കുന്ന ദൈവത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു, നിന്റെ കുടുംബത്തിൽ ആ സൗഖ്യം ഇല്ലല്ലോ. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ കുറിച്ച് നീ പ്രസംഗിച്ചു നടക്കുന്നു, അല്ലെങ്കിൽ നീ അങ്ങനെയുള്ള ദൈവത്തെ ആരാധിക്കുന്നു, വീമ്പിളക്കുന്നു. പക്ഷെങ്കിൽ നിന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ച് ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്നിത്യാദിയുള്ള പരിഹാസത്തിന്റെ വാക്കുകളെ ദൈവാത്മാവ് ഏതൊക്കെയോ ചിലതിന്റെ ലൈഫിൽ നിന്ന് എന്നേക്കുമായി ക്യാൻസൽ ചെയ്യാൻ പോവുകയാണെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ കൂട്ടത്തോട് ശക്തമായി ഇടപെടുന്നല്ലോ. കേട്ട പ്രാപിച്ച ദൈവത്തിന്റെ പരിജ്ഞാനമായി, ദൈവത്തിന്റെ ആലോചനമായി ചലിക്കപ്പെടുന്ന ചില പരിഹാസത്തിന്റെ വാക്കുകളെ, ഞരക്കത്തിന്റെ വേദനയുടെ ഉൾപ്പെടുത്തുന്ന വാക്കുകളെ കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ, കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
എന്റെ ദൈവത്തിന്റെ ജീവിക്കുന്ന അടയാളമാണ് ഞാൻ. അബ്രഹാം പ്രാപിച്ചു, എന്റെ ദൈവം മരിച്ചതിനെ ജീവിപ്പിക്കുന്നവനാണ്. തന്റെ സ്വശരീരത്തിൽ ആ വെളിപ്പാട് ക്രിയ ചെയ്തു. താൻ പ്രാപിച്ച വെളിപ്പാട്, തനിക്ക് പരിശുദ്ധാത്മാവ് പകർന്നു കൊടുത്ത ദൈവപരിജ്ഞാനം, തനിക്ക് പരിശുദ്ധാത്മാവ് പകർന്നു കൊടുത്ത ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. ഞാൻ അവിടെ ഒന്ന് നിർത്തിക്കോട്ടെ. സ്തോത്രം. എന്റെ ദൈവം മരിച്ചതിനെ ജീവിപ്പിക്കുന്നവനാണെന്ന് അബ്രഹാം പ്രാപിച്ച ആ വെളിപ്പാട് ദൈവപുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. കാരണം അവൻ മാത്രമാണ് സകലത്തെയും ജീവിപ്പിക്കുന്നവൻ. തിമോഥെയോസിന്റെ ലേഖനം പറയുന്നു അവനാണ് സകലത്തെയും ജീവിപ്പിക്കുന്നവൻ. കൊലോസ്യ ലേഖനം പറയുന്നു അവൻ നമ്മുടെ ജീവനാകുന്ന ക്രിസ്തുവാണ്. പാട്ടുകാരൻ പാട്ടെഴുതിയപ്പോ പാടി എൻ ഉയിരാണ് യേശു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജീവനായ യേശു. നമ്മളിപ്പോ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നോക്കിയിട്ട് നമ്മൾ ഒരുപക്ഷെ പറഞ്ഞു എന്നിരിക്കും. എല്ലാരും പറയുമെന്നല്ല, പറഞ്ഞു എന്നിരിക്കും. എന്റെ ജീവനാകട്ടോ, എന്റെ ശ്വാസമാകട്ടോ, എന്റെ ജീവനാകട്ടോ. അതിന്റെ അർത്ഥം എന്റെ ജീവൻ അവളിലാണ് എന്നുള്ളതാണോ? ഒരിക്കലുമല്ല. എന്റെ ജീവൻ അവനിലാണ് എന്നുള്ളതാണോ? ഒരിക്കലുമല്ല. മറിച്ച് എന്റെ ജീവന് തുല്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ ബൈബിൾ പറയുന്നു നമ്മുടെ ജീവനാകുന്ന ക്രിസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ക്രിസ്തു എന്നല്ല. അങ്ങനെ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കപ്പെടുന്നു എങ്കിൽ പോലും അതല്ല അതിന്റെ അർത്ഥം. മറിച്ച് എന്റെ മേൽ വ്യാപരിക്കുന്നത് അവന്റെ ജീവനാണ്. എന്റെ മേൽ വ്യാപരിക്കുന്നത് അവന്റെ ജീവനാണ്. എന്റെ ആത്മാവിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് അവന്റെ മരണമില്ലാത്ത ജീവനാണ്. അതുകൊണ്ട് ഒരു പാപത്തിനും എന്റെ അഭിഷേകത്തെ കൊല്ലാൻ പറ്റത്തില്ല. ഒരു വീഴ്ചയ്ക്കും ഒരു അപ്രാഗൽഭ്യത്തിനും ഒരു 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 സാഹചര്യ സമ്മർദ്ദത്തിനും എന്റെ അഭിഷേകത്തെ ചോർത്തിക്കളയാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ചിലതിനോട് ദൈവാത്മാവ് പറയുന്നു നിന്റെ അഭിഷേകം ചോർന്നു പോകണം, നിന്റെ ശുശ്രൂഷ തീർന്നു പോകണം, നിന്റെ കൃപാവരം നിന്നെ വിട്ടുപോകണമെന്നുള്ള പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു പിടിക്കുമാറ് ഒരു ദൈവ കരവിതിനകത്ത് ചലിക്കുന്നുണ്ടെന്ന് ധൈര്യപ്പെട്. മനസ്സിനകത്ത് ഒരു വലിയ ഉറപ്പുണ്ടാകട്ടെ, മനസ്സിനകത്ത് വലിയൊരു ധൈര്യം ഉണ്ടാകട്ടെ. പിശാച് ഞോണ്ടുന്ന ഏത് ഞോണ്ടലിനകത്തും വീണു പോകുന്നവനല്ല ഞാൻ. എന്റെ മേൽ വ്യാപരിക്കുന്നത് അത്യുന്നതന്റെ ജീവനാണ്. ഹല്ലേലൂയ. വലിയ ധൈര്യം ഇന്ന് രാത്രി ഇതിനകത്ത് ഒഴുകുന്നല്ലോ. ഒരു വലിയ ധൈര്യം ഇതിനകത്ത് ഒഴുകുന്നല്ലോ. ഒരു വലിയ ധൈര്യം ഇതിനകത്ത് പ്രാപിക്ക്, ഏറ്റെടുക്ക്. ചില ഭയങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ, ചില ഭയങ്ങൾ പൊളിഞ്ഞു മാറിപ്പോകട്ടെ, ചില ഉറക്ക സംബന്ധമായ ഭയങ്ങൾ, ഒറ്റ ഏകാന്തതയുടെ ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ കോൺഫിഡൻസ് ലെവലിനെ ചോർത്തിക്കളയുന്ന ചില മേഖലകൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോ. ഞാൻ തിരിച്ചു വരട്ടെ. ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് സമയം തികയത്തില്ല. ആ മനുഷ്യൻ ജീവനെ പ്രാപിച്ചത് തന്റെ ശരീരത്തിൽ അത് ക്രിയ ചെയ്തു. തന്റെ ശരീരത്തിൽ അത് ക്രിയ ചെയ്തു. തന്റെ ശരീരത്തിൽ മാത്രമല്ല, തന്റെ കൂട്ടു സഹോദരിയുടെ, തന്റെ സഹധർമ്മിണിയുടെ ജീവിതത്തിന്റെ ബന്ധനത്തെയും അത് അഴിച്ചു കളഞ്ഞു. ഒരു കുടുംബത്തിൽ കർത്താവിന് ഒരാളെ മതി. സ്തോത്രം. അതിന്റെ അർത്ഥം പണ്ടൊക്കെ പറയുമായിരുന്നു പെന്തിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസൂരി. ഇപ്പൊ വസൂരി ഇല്ല. വസൂരി എന്നേക്കുമായിട്ട് നോർത്ത് ഇന്ത്യയിലും ഒക്കെ ചില സ്ഥലങ്ങളിൽ, കേരളത്തിലെ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ വളരെ റെയർ ഓഫ് ദ റെയറസ്റ്റ് കേസ് ആയിട്ട് മാത്രമാണ് വസൂരിയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഞാനതിനെ ഇങ്ങനെ പറയാം, പെന്തിക്കോസ് എന്ന് പറയുന്നത് പണ്ടൊക്കെ പറയായിരുന്നു ചിക്കൻ ബോക്സ് വരുന്നത് പോലെ. ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നാൽ മതി, ബാക്കി എല്ലാവർക്കും പിടിച്ചോളും. സ്തോത്രം. അതിന്റെ മർമ്മം എന്താണെന്നറിയോ? ഒരുത്തം വെളിപ്പാട് പ്രാപിച്ചാൽ മതി, അത് കൂടത്ത് നിൽക്കുന്നവന്റെ കെട്ടും പൊട്ടിക്കും. സ്തോത്രം. നിന്റെ വീട്ടിൽ നീ ഒരാൾ ആത്മാവിൽ നിന്നാ മതി. കർത്താവ് മുഴുഭവനത്തെയും നിനക്ക് തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ നീ ഒരുത്തൻ അതിനു വേണ്ടി നിൽക്കുക. നീ ഒരുത്തൻ മുഖാന്തരം നിന്റെ ദേശം വിടുവിക്കപ്പെടും. ഇതൊരു പ്രവചനമാകട്ടോ. നീ ഒരുത്തൻ മുഖാന്തരം നിന്റെ ദേശം വിടുവിക്കപ്പെടും. ഇത് ലൈവ് ആയതുകൊണ്ട് വ്യക്തി ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എന്റെ ദേശവുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ട്. ഞാൻ താമസിക്കുന്നത്
കോട്ടയം ജില്ലയിലാണ്. ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോ ഈ ദേശത്തിനടുത്തുള്ള ഒരു പ്രത്യേക പ്രതിഷ്ഠ എന്റെ മുറിക്കകത്ത് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, 34 വർഷമായിട്ട് ഞാൻ ഈ നാട്ടിലുണ്ട്. നിന്റെ അപ്പനോ നിന്റെ അപ്പൂപ്പനോ എന്നെ ഇവിടുന്ന് ഓടിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. പിന്നെ നീ ഏതടാ ചെറുക്ക എന്നോട് ചോദിച്ച അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, വളരെയധികം ആഭിചാരത്തിനും മന്ത്രവാദത്തിനും പേരുകേട്ട ഈ നാട്ടിൽ എന്റെ സ്വന്തം വീടിന് വാതുക്കലുള്ള പുഴക്കടവിൽ ഇന്ന് ഈ സമയം ഇത് പറയുമ്പോ ഏകദേശം 12ഓളം സ്നാനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടാണ് നിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ ഒരുത്തം നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ദേശത്തിന്റെ കെട്ടിനെ പൊട്ടിക്കാനുള്ള അധികാരത്തിന്റെ താക്കോലുകൾ ദേശാധിപത്യ ശക്തികളെ ഒതുക്കുവാൻ പ്രാപ്തമായ ഒരു അഭിഷേകം എന്നോട് ദൈവാത്മാവ് പറയുന്നു. ദേശം മാറി, വീട് മാറി. ഈ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രതിസന്ധി ഭയങ്കരമാണ്. ഈ നാട്ടിൽ താമസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ ഒരുപാടാണ് എന്ന് പറഞ്ഞ് ദേശം മാറി പോകാനിരിക്കുന്ന ചില കുടുംബങ്ങളെ ഞാൻ കാണുകയാണ്. കത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെയുള്ള ചില കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അധികാരത്തിന്റെ താക്കോലിന് ദൈവാത്മാവ് ഏൽപ്പിക്കുന്ന ഒരു കാഴ്ച ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കും. നീ ഓടിപ്പോകേണ്ടി വരത്തില്ല കേട്ടോ. നീ ഒളിച്ചോടേണ്ടി വരത്തില്ല കേട്ടോ. നീ പ്രയാസപ്പെട്ട് പോകേണ്ടി വരത്തില്ല കേട്ടോ. എവിടെ നീ അപമാനിക്കപ്പെട്ടോ അവിടെ നിന്നെ അവൻ തല ഉയർത്തി മാനിക്കുന്ന ദൈവമാണ്. ഏത് ദേശത്ത് നീ പരിഹസിക്കപ്പെട്ടോ, ഞാൻ എന്റെ അനുഭവ പ്രിയരെ പറയുന്നത്, ഏത് ദേശത്ത് നീ അപമാനിക്കപ്പെട്ടോ, ഏത് ദേശത്ത് നിന്റെ കുടുംബം തല താഴ്ത്തേണ്ടി വന്നോ, അതേ മണ്ണിൽ മുഖാന്തരം നിന്റെ കുടുംബത്തിന് പ്രിയരെ സ്തോത്രം. ഇതൊന്നും ചുമ്മാ പ്രസംഗിച്ചു വിടുവല്ല. പറയാനാണെങ്കിൽ 150 മുകളിൽ അതിശോക്തി പറയല്ല. പറയാനാണെങ്കിൽ 150 മുകളിൽ അനുഭവങ്ങൾ എനിക്ക് നിൽക്കുന്ന നിപ്പിൽ അക്കമിട്ട് പറയാൻ കഴിയും. ദേശത്തിന്റെ കുടിയിരിപ്പുകളെ ശാസിക്കാൻ കഴിയത്തക്ക വിധത്തിൽ, ദേശത്തിന്റെ ദുർഭൂത മണ്ഡലങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ചാനലുകളെ ബ്രേക്ക് ചെയ്യാൻ കഴിയത്തക്ക വിധത്തിൽ ഒരാത്മ പകർച്ച ആത്മാവ് ഇടട്ടെ. പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വണ്ണം, ആരാധിക്കുവാൻ കഴിയാതെ വണ്ണം, പ്രാർത്ഥിച്ച് ആരാധിച്ച് ഒരു തലത്തിനു മുകളിൽ എനിക്ക് കയറാൻ കഴിയത്തില്ല എന്ന് നിനക്കറിയാം. നിന്റെ മേൽ ഇതിൽ കൂടുതൽ അഭിഷേകമുണ്ടെന്ന് നിനക്കറിയാം. നിന്റെ മേൽ ഇതിൽ കൂടുതൽ അന്യഭാഷയുണ്ടെന്ന് നിനക്കറിയാം. നിന്റെ മേൽ ഇതിൽ ആത്മപകർച്ച ചെയ്യുവാൻ കഴിയത്തക്ക വിധത്തിലുള്ള ശക്തി ഉണ്ടെന്ന്. പക്ഷേ അതിലേക്ക് നിന്നെ കടത്താതെ, അതിലേക്ക് നിന്നെ കയറ്റിവിടാതെ, ആകാശ മണ്ഡലത്തിലാകട്ടെ, ഈ വ്യോമ മേഖലകളിലായിക്കോട്ടെ, ഈ അന്തരീക്ഷത്തിലായിക്കോട്ടെ, ഈ വായുമണ്ഡലത്തിലായിക്കോട്ടെ, നിനക്കെതിരെ യഹോവയുടെ വചനം സാക്ഷാൽ വാളായി നിന്റെ കരങ്ങളിൽ അവൻ ഏൽപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ചോ, കരമുയർത്തിയോ, അതിനോട് പ്രതികരിച്ച് ആ ദൂതിനെ സ്വീകരിച്ചാട്ടെ, ഏറ്റെടുത്താട്ടെ. ഒരു അധികാരത്തിന്റെ താക്കോലിനെ, അധികാരത്തിന്റെ താക്കോലിനെ ഇന്ന് രാത്രി ഏറ്റെടുത്താട്ടെ. എന്നോട് ആത്മാവ് പറയുന്നു, ചില ദേശങ്ങളുടെ ചരിത്രം മാറും. ചില ദേശങ്ങളുടെ ചരിത്രം മാറും. ഞാനിത് ഉറച്ചു വിശ്വസിക്കുന്നു. ഞാനത് ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നയാളാണ്. ചില ദേശങ്ങളുടെ ചരിത്രം മാറും. ചില ദേശങ്ങൾക്കകത്ത് വർഷങ്ങളായി നടന്നു പോരുന്ന ചില പ്രത്യേക ആചാരങ്ങളെ പൊളിച്ചു കളയാൻ ആത്മാവ് നിന്നെ പണിത് പുറത്തെടുക്കുമെന്ന്. സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ, ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ദേശവ്യാപാരങ്ങൾ കുരുക്കി വച്ചിരിക്കുന്ന ആരോഗ്യം പുറത്തു വരട്ടെ. തലമുറയുടെ ഭാവി യേശുവിൻ നാമത്തിൽ വിശാലമാകട്ടെ. യാത്രകൾ തുറന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പരിധിക്ക് മുകളിലേക്ക്
നിന്നെ ആത്മീകമായിട്ടും ഭൗതികമായിട്ടും ഒന്നും കയറ്റിവിടത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന, നീ ഉൾപ്പെട്ട് നിൽക്കുന്ന ദേശവ്യാപാരത്തെ ജയിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ ഇടപെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ജയം ഇന്ന് രാത്രി വെളിപ്പെടുന്നു. ഏതൊക്കെയോ ചിലതിന്റെ മേൽ ഒരു ഭയങ്കര ജയമിറങ്ങി വരുന്നു, ഭയങ്കര ജയമിറങ്ങി വരുന്നു. രാധ ഗോപിനാഥ് കുടുംബത്തിന്റെ മേൽ ഒരു വലിയ ജയമിറങ്ങി വരുന്നു, വലിയ ജയമിറങ്ങി വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്തിന്റെ ചരിത്രത്തെ മാറ്റാൻ നമുക്ക് കഴിയും പ്രിയരെ, നമുക്ക് കഴിയും, നമുക്ക് കഴിയും. യേശു പറഞ്ഞ പദം വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്നുള്ളതാണ്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്നുള്ളതാണ്. ഞാനൊരു കുട്ടനാട്ടുകാരനാണ്. കുട്ടനാടെന്ന് പറഞ്ഞാൽ ആലപ്പുഴ കുട്ടനാടല്ല, കോട്ടയം കുട്ടനാട്. എന്റെ വീടിന്റെ നേരെ വാതുക്കല് മീനച്ചിലാറിന്റെ ഒരു കൈവഴി ഒഴുകി പോകുന്നുണ്ട്. ഈ വെള്ളം, നദി, ആറ്, തോട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്രായം തൊട്ടേ എനിക്ക് വളരെ സുപരിചിതമാണ്. ഞങ്ങളെ ഈ വാതൊക്കെ കൂടെ ഒഴുകുന്നതെന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു തോടെന്നോ ഒരു പുഴയെന്നോ ഒരു ആറെന്നോ ഒക്കെ പറയാം. പക്ഷെ യേശു പറഞ്ഞത് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ പുഴ ഒഴുകുന്നല്ല. ഹലോ, പുഴയെന്ന് പറയുന്നത് മൂവാറ്റുപുഴ, കോട്ടയം എറണാകുളം പഴയ അതിർത്തിയുടെ നടുവിലൂടെ ഒഴുകുന്ന മൂവാറ്റുപുഴ, അല്ലെങ്കിൽ കാലടിപ്പാലത്തിന് താഴെ കൂടെ ഒഴുകുന്ന പുഴ, അതല്ലെങ്കിൽ ഭാരതപ്പുഴ. കേരളത്തിലെ 44 നദികളുണ്ടല്ലോ, അതൊക്കെയാണ് നമ്മൾ പുഴയെന്ന് വിശേഷിപ്പിക്കുന്നത്. എന്റെ പൊന്നു പ്രിയരെ, നദിയും പുഴയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഒരു നദി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബ്രഹ്മപുത്രയൊക്കെ പോയി കാണാനൊന്നും ആരോടും പറയുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞെന്ന പേരിൽ ആരും നാട് വിട്ട് കളയരുത്. അതിന്റെ പേര് ഈ പാസ്റ്റർ പറഞ്ഞു, ബ്രദർ പറഞ്ഞു, ബ്രഹ്മപുത്ര പോയി കണ്ടോ, അതിന്റെ പേര് എന്റെ പൊന്നെ എന്നെ വെറുതെ വിട്ടേക്കണേ. സ്തോത്രം. വല്ല അന്വേഷണവും വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞെന്ന് പറയരുത്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളൊക്കെ നാട് വിടുന്ന കാലമാണ്. സ്തോത്രം. നാടും അടുത്തു, പ്രതിസന്ധിയാ, പ്രതികൂലമാ, ഞങ്ങളൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. ഒത്തിരി വിശദീകരിക്കുന്നില്ല, തിരിച്ചു വരാം. നദി എന്ന് പറയുന്നത് ആ ബ്രഹ്മപുത്രയൊക്കെ ഒന്ന് പോയി കാണണം. അതൊക്കെ കവിഞ്ഞൊഴുകുന്ന കാലത്ത് 5 കിലോമീറ്റർ ആണ് പ്രിയരെ അതിന്റെയൊക്കെ വീതി എന്ന് പറയുന്നത്. വർഷത്തിൽ ഒരിക്കൽ ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ജീവിത രീതി മാറും ബ്രഹ്മപുത്ര കവിഞ്ഞൊഴുകുമ്പോൾ. ഞാൻ ഒന്നുകൂടെ പറയാം. ആസാം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, ഒരു ഫുൾ സ്റ്റേറ്റ്. കേരളം നമ്മൾ വിശേഷിപ്പിക്കുന്ന പാവയ്ക്ക പോലത്തെ ചെറിയൊരു നാടെന്നാണ്. ശരിയാണ്, വലിയ വലിപ്പമൊന്നുമില്ല. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 12,000-15,000 വണ്ടികൾ കേരളത്തിൽ ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഈ വണ്ടികളെല്ലാം ഓടത്തക്ക വിധത്തിലുള്ള റോഡ് സംവിധാനങ്ങൾ കേരളത്തിലില്ല. കേരളത്തിൽ ഇല്ലാത്തതിന്റെ കാരണം മന്ത്രിമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കേരളത്തിൽ അതിനുള്ള വലിപ്പമില്ല. സ്തോത്രം. എന്തോരാന്ന് വെച്ചാൽ ഈ വീതി കൂട്ടുന്നത്, വീതി കൂട്ടി പലരുടെയും വീട് പോയി. സ്തോത്രം. ഒന്നും ആ ഭാഗമൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയ പ്രസംഗം അല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. നമ്മൾ സാമൂഹ്യ വിഷയങ്ങളെ ഉദ്ധരിച്ചല്ലല്ലോ ശുശ്രൂഷിക്കുന്നത്. സ്തോത്രം. കേരളത്തില് അധികം വലിപ്പമില്ല. എന്നാൽ ആസാം എന്ന് പറയുന്ന സംസ്ഥാനം കേരളത്തെക്കാളൊക്കെ ഒരുപാട് വലിപ്പം കൂടിയ ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിലെ ജനത്തിന്റെ കൾച്ചറിനെ, സംസ്കാരത്തെ, ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ജീവിത രീതിയെ സ്വാധീനിക്കാൻ കെൽപ്പുള്ളതാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി. അതങ്ങോട്ട് ഒഴുകിയാ ഉണ്ടല്ലോ ജീവിത രീതി മാറും. വെള്ളപ്പൊക്കത്തിന് എല്ലാ ദിവസവും സാധാരണ രീതി ജീവിക്കുന്ന പോലെ വെള്ളപ്പൊക്കത്തിന് ജീവിക്കാൻ പറ്റുമോ? 2018 ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി കിടന്ന ആരെങ്കിലും ഉണ്ട്? കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞ ആരുമില്ല. സ്തോത്രം. നിങ്ങൾക്കെല്ലാം കർത്താവ് വെള്ളം കയറാത്തടത്ത് വീട് തന്നതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 2018 ജീവിത രീതി എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കൾച്ചർ വേറെയാണ്. സ്വന്തം വീട്ടിൽ രാവിലെ 9:45 എഴുന്നേറ്റ് വന്ന് 10:30 പല്ല് തേച്ച് 11:15 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 1 മണിയാകുമ്പോൾ കയറി കിടന്നുറങ്ങി 4 മണിക്ക് എഴുന്നേറ്റ് വീണ്ടും അടുത്തത് കഴിക്കുന്നത് പോലെ പറ്റത്തില്ല. ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ വേറൊരു ജീവിത രീതി. സ്തോത്രം. ആരോ ചോദിക്കുന്നു, ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാവോ? സോറി, ഞാൻ ക്യാമ്പിലല്ലായിരുന്നു, കേട്ടോര് അനുഭവസ്ഥര് പറഞ്ഞ് കേട്ട അറിവ്. ഹല്ലേലൂയ. വേറൊരു ജീവിത രീതിയാ. കാരണം എന്താ? വെള്ളം കയറി. കാരണം എന്താ? പുഴയൊഴുകിയപ്പോ ഒരു നാടിന്റെ സംസ്കാരം മാറുമെങ്കിൽ യേശു പറഞ്ഞത് പുഴയൊഴുകുമെന്നല്ല, യേശു പറഞ്ഞത് നദികൾ ഒഴുകുമെന്ന്. വിശ്വസിക്കുന്നവന്റെ അകത്തു നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്റെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം കാരണം
ദേശങ്ങളുടെ, സംസ്ഥാനങ്ങളുടെ, രാജ്യങ്ങളുടെ കൾച്ചറിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അവൻ നിന്നെ ഉപയോഗിക്കുമെന്നുള്ളതാണ്. ഓ, നിങ്ങൾക്കാർക്കും ഒരു സന്തോഷവും ഇല്ല ഇതൊക്കെ കേൾക്കുമ്പോ? സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു ദേശത്തിന്റെ കൾച്ചറിനെ പൊളിക്കാൻ, ദൈവ ഹൃദയത്തിന് അനുസൃതമായി ആ കൾച്ചറിനെ പണിയാൻ പറ്റുന്ന ഒന്നാണ് എന്റെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്ന വിശ്വാസം. എന്റെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്ന വിശ്വാസം. ആ വിശ്വാസം ഞാൻ എപ്രകാരം ഉപയോഗിക്കുന്നു, എപ്രകാരം ഞാൻ ദൈവാത്മ നിയന്ത്രണത്തിന് വിധേയമായി അതിനെ പ്രയോജനപ്പെടുത്തുന്നു, അത്രത്തോളം ഒരു ദേശത്തെ സ്വാധീനിക്കാൻ, പിടിച്ചു കുലുക്കാൻ എനിക്ക് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ത്യ ഭരിക്കുന്നത് ഏതൊക്കെയോ ഏകാധിപതികളല്ല. കാര്യങ്ങൾ തിരിയും കേട്ടോ. അഭിഷേകമുള്ളവൻ ഈ ഭാരത രാജ്യത്തെ സ്വാധീനം ചെലുത്തത്തക്ക വിധത്തിൽ ദൈവശക്തിയും ദൈവജ്ഞാനവും വെളിപ്പെടുത്തുന്ന ഒരു കാലം വിദൂരമല്ല കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രിയരെ, കൾച്ചർ മാറും. ദേശങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന, ദേശങ്ങളെ ഭരിക്കുന്ന, ഈ ദേശത്തിൽ എന്റെ ഇഷ്ടം മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറയുന്ന മനുഷ്യന്മാരുടെ ആലോചനകളായിക്കോട്ടെ, ആത്മതലങ്ങളുടെ ആലോചനകളായിക്കോട്ടെ, വാഴ്ചകളായിക്കോട്ടെ, അധികാരങ്ങളായിക്കോട്ടെ, അതിനൊരു തിരുത്തല് കൽപ്പിക്കാൻ ഈ കാലത്തിൽ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ടെന്ന്, അതിനു വേണ്ടിയുള്ള ഒരു അധികാരത്തിന്റെ താക്കോൽ അവൻ നിന്നെ ഏൽപ്പിക്കുമെന്ന് ദൈവാത്മാവ് സംസാരിക്കുകയാണ് ഇന്ന് രാത്രി. സ്തോത്രം. ഭയത്തിന്റെ ആത്മാവിനെ ദൈവം ഇന്ന് രാത്രി പുറന്തള്ളുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു കേട്ടോ. ഒരു ഭയത്തിന്റെ ആത്മാവ് വിട്ടുപോകുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു കേട്ടോ. ഞാൻ തിരിച്ചു വന്നോട്ടെ. ആ കാലത്തെ ജയിക്കാനുള്ള അഭിഷേകത്തിന്റെ വെളിപ്പാട് തന്റെ ഹൃദയത്തിനകത്ത് വന്നപ്പോ തന്റെ ശരീരത്തെ അത് സ്വാധീനിച്ചു. നിർജീവമായിരിക്കുന്ന തന്റെ ശരീരം ഇസഹാക്ക് എന്ന ദൈവ പദ്ധതിയെ ജനിപ്പിക്കുവാനുള്ള ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. തന്റെ കുടുംബത്തിനകത്ത് തന്റെ കൂട്ടുദാസിയുടെ ശരീരത്തെ ബാധിച്ചിരുന്ന ബലഹീനതയെ അത് പൊട്ടിച്ചു. സ്തോത്രം. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, നിങ്ങൾ ഒരാൾ നിന്നാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ കെട്ട് കർത്താവ് പൊട്ടിക്കും. നിങ്ങൾ ഒരാൾ നിന്നാൽ, കർത്താവിന് വേണ്ടി നിന്നാൽ, ഒരു ദേശത്തിന്റെ കെട്ടിനെ കർത്താവ് പൊട്ടിച്ചിരിക്കും. ഇത് പറയുമ്പോ നിങ്ങൾക്ക് വലിയ ഉറപ്പില്ലായിരിക്കാം, നിങ്ങൾക്ക് വലിയ വിശ്വാസം ഇല്ലായിരിക്കാം, ഇതൊന്നും നടക്കത്തില്ലെന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കാം. സാരമില്ല, പ്രസംഗിക്കുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്, പ്രസംഗിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ വിശ്വസിച്ചില്ലേലും ഞാൻ എന്റെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിങ്ങളെ നോക്കി പറയാം, നീ മുഖാന്തരം ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടും, നീ മുഖാന്തരം ചില ദേശങ്ങൾ വിടുവിക്കപ്പെടും, നിന്റെ തലമുറ മുഖാന്തരം ചില രാജ്യങ്ങൾ കർത്താവിനെ കാണും. അധികാരസ്ഥന്മാരെ മുക്കി പൊക്കത്തക്ക വിധത്തിൽ നിന്റെ തലമുറയെ കർത്താവ് കരങ്ങളിൽ എടുക്കും. സ്തോത്രം. പൊളിവാക്ക് പറഞ്ഞതല്ല, ബൂസ്റ്റ് ചെയ്യാൻ പറഞ്ഞതല്ല, എന്നോട് ആത്മാവ് അങ്ങനെ പറയുന്നു. സ്തോത്രം. ജീവന്റെ വെളിപ്പാട് മരണം വാഴ്ച നടത്തിയ കാലത്തിൽ അബ്രഹാം പ്രാപിച്ചു. ഇത് തന്റെ കുടുംബത്തിനകത്ത് ഒരു ജനിക്കേണ്ടിയിരുന്ന, തന്റെ വീടിനകത്ത് ജനിക്കേണ്ട ഒരു ദൈവ പദ്ധതി, തന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കേണ്ട ദൈവ പദ്ധതി വർഷങ്ങളായിട്ടത് മുടങ്ങിക്കിടക്കുകയാണ്. വർഷങ്ങളായിട്ടത് നടക്കുന്നില്ല. കാലങ്ങൾക്ക് മുമ്പേ കേട്ടതാണ്, പക്ഷെങ്കിൽ വർഷങ്ങളായിട്ടത് നടന്നിട്ടില്ല. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നാളുകൾക്ക് മുമ്പ് നീ കേട്ട ദൈവശബ്ദത്തെ ജീവിപ്പിക്കുന്ന ചിലത് കർത്താവ് നിന്റെ മേൽ പകരാൻ പോവുകയാണ്. തഴയപ്പെട്ടു പോയ വാഗ്ദത്തങ്ങൾ, ഡേറ്റ് ഇട്ട് പ്രവചിച്ചിട്ടും നടക്കാതെ പോയി എന്ന് നിനക്ക് പരിഭവം പറയാനുള്ള ചില വാഗ്ദത്തങ്ങളുടെ മേൽ, ചില പ്രവചനങ്ങളുടെ മേൽ ദൈവിക ചക്രങ്ങൾ തിരിഞ്ഞു തുടങ്ങട്ടെ ഇന്ന് രാത്രി മുതൽ. സ്തോത്രം. കാലം മാറും, കാലം മാറും, കാലം മാറും, കാലം മാറും കേട്ടോ. സ്തോത്രം. എന്നോട് ആത്മാവ് അങ്ങനെ പറയുന്നു. ചിലതിന്റെ സീസണുകൾ ഇന്ന് രാത്രി തിരിയും. സ്തോത്രം. അങ്ങനെ ഒരു വെളിപ്പാട് തന്റെ കുടുംബത്തെ വിടുവിച്ചെടുത്തു. ദൈവ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന പദ്ധതിയെ കർത്താവ് പുറത്തെടുവിച്ചു. ആ പദ്ധതിയുടെ പേരാണ് ഇസഹാക്ക്.
ആ പദ്ധതിയുടെ പേരാണ് ഇസഹാക്ക്. ആ ഇസഹാക്ക് താൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരു വലിയ ക്ഷാമം ഉണ്ടായി. 2 ദൂതുകളെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. 11 വരെയാണ് എന്റെ സമയമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കും. സ്തോത്രം. പ്രിയരെ, അബ്രഹാം പ്രാപിച്ച ജീവൻ എന്ന വെളിപ്പാട് തന്റെ മകനെ അത് ജനിപ്പിച്ചു. ആ മകനാണ് ഇസഹാക്ക്. ആ ഇസഹാക്ക് താൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരു വലിയ ക്ഷാമം ഉണ്ടായി. ദേശം മുഴുവൻ ക്ഷാമമാണ്, നാട് മുഴുവൻ ക്ഷാമമാണ്. ഞാൻ യേശു പറഞ്ഞൊരു പ്രവചനം ഒന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയത്തില്ല. 2020 കുറിച്ച് ഒത്തിരി ആൾക്കാർ ഒരുപാട് ദൂത് പറഞ്ഞു, പലതും നടന്നില്ല. കോവിഡ് വരും എന്നൊക്കെ വളരെ ചുരുക്കം ചില ആളുകളാണ് പറഞ്ഞത്. പല പ്രവചനവും ചീറ്റിപ്പോയി. പക്ഷെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പ്രവചിച്ച ഒറ്റ പ്രവചനവും ചീറ്റിപ്പോകത്തില്ല. യേശു പറഞ്ഞ ഒരു പ്രവചനത്തിനും മാറ്റമില്ല. സ്തോത്രം. യേശു കാലത്തെ വിവേചിച്ചു പറഞ്ഞു, ക്ഷാമമുണ്ടാകും, ഭൂകമ്പമുണ്ടാകും, മഹാവ്യാധികൾ ഉണ്ടാകും. അതിനകത്ത് യേശു പറഞ്ഞ പ്രധാനപ്പെട്ട 8-9 പ്രവചനങ്ങൾക്കകത്ത് ഒന്നാണ് ക്ഷാമം. എന്ന് വെച്ചാൽ ലിറ്ററൽ ക്ഷാമം. മാത്രമല്ല, പ്രവചന പുസ്തകത്തിനകത്ത് ഒരു പദം പറയുന്നുണ്ട്, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തിലേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്ന് വെച്ചാ സത്യവചനം കേൾക്കാൻ ജനം കൊതിക്കുന്ന സമയം വരും പ്രിയരെ. ആത്മാവിനെ ജീവിപ്പിക്കുന്ന, നിത്യതയെ വെളിപ്പെടുത്തുന്ന, ദൈവപദ്ധതിയെ തുറക്കുന്ന, ദൈവരാജ്യത്തെ ജനത്തിന്റെ നടുവിലേക്ക് വലിച്ചിറക്കുന്ന ദൈവിക അഭിഷേകത്തിന് വേണ്ടി ജനം കൊതിക്കുന്ന ദിവസങ്ങൾ വരുമെന്ന്. സ്തോത്രം. ഒരു കാലത്തെ മുന്നിൽ കണ്ടുകൊണ്ടൊന്ന് തയ്യാറെടുത്തോ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒന്ന് തയ്യാറെടുത്തോ. IAS പരീക്ഷയ്ക്ക് കേരളത്തിൽ ട്രെൻഡിങ് ആയ ഒരു കളക്ടർ ഉണ്ടായിരുന്നു, OV ആൽഫ്രഡ്. ആൽഫ്രഡിനോട് ചോദിച്ചാൽ ആൽഫ്രഡ് പറയും, ഒറ്റ ദിവസം പോയി IAS വരീക്ഷ എഴുതി പാസ്സായതാണ്. ഒരിക്കലുമല്ല, എത്രയോ വർഷത്തെ അധ്വാനമാണ്. ഞാൻ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് ചോദിക്കാം, പോട്ടെ IAS ആയിട്ടെ, IPS ആയിക്കോട്ടെ, IRS ആയിക്കോട്ടെ, IFS ആയിക്കോട്ടെ, എഴുതിയെടുത്ത ഏത് ചെറുപ്പക്കാരോടും ഏത് വ്യക്തികളോടും ചോദിക്കാം, വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുമെന്നുള്ള ഒരു ദർശനമല്ലേ നിങ്ങളെ അധ്വാനിക്കാൻ പ്രേരിപ്പിച്ചത്? അതെ, അങ്ങനെയെങ്കിൽ ഒരു കാലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദർശനത്തിന് അനുസൃതമായി ഒരു ജീവിത രീതിയെ വെളിപ്പെടുത്താൻ ഇതിനകത്ത് നിന്നൊരു കൂട്ടത്തെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് ദൈവാത്മാവ് പ്രബോധിപ്പിക്കുകയാകട്ടോ. സ്തോത്രം. ഒരു കാലത്തെ മുന്നിൽ കണ്ട് നിൽക്കേ, ഒരു സമയത്തെ മുന്നിൽ കണ്ട് നിൽക്കേ. സ്തോത്രം. ഒരു സമയത്തെ മുന്നിൽ കണ്ട് നിൽക്കേ. ഞാൻ തിരിച്ചു വന്നോട്ടെ. പ്രധാനപ്പെട്ട ഒരു ദൂതാണ് ക്ഷാമം. അങ്ങനെയെങ്കിൽ ക്ഷാമം ഉണ്ടാകുമ്പോ അബ്രഹാമിന്റെ അനുഗ്രഹം ക്ഷാമത്തെ ജയിക്കുന്നതാണ്. എന്റെ കൂടെ ഒന്ന് നിൽക്കണേ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്ഷാമത്തെ ജയിക്കുന്നതാണ്. ക്ഷാമത്തെ ജയിക്കുന്ന അബ്രഹാമിന്റെ അനുഗ്രഹം എന്റെ മേൽ വസിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് എന്റെ മേൽ ഉണ്ടെന്ന് പറയുന്നു എങ്കിൽ ഞാൻ ആ വചനത്തെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് പ്രവചിക്കാം. വരുന്ന ക്ഷാമത്തിൽ നിന്റെ കുടുംബത്തെ, നിന്റെ അധികാര പരിധിക്കകത്തുള്ളവരെ സംരക്ഷിച്ചു പിടിക്കത്തക്ക വിധത്തിൽ ചില ദൈവിക വിശാലതകൾ നിന്റെ മേൽ തുറന്നു തരാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന്. സ്തോത്രം. അത് ചിലപ്പോ നിന്നെ ഈ രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്ത് കൊണ്ട് നട്ടിട്ടായിരിക്കാം. ലോകം മുഴുവൻ, നാട് മുഴുവൻ ക്ഷാമം വന്നപ്പോ, ക്ഷാമം വരുന്നതിന് മുമ്പ് ദൈവം ഒരു ജോസഫിനെ മിസ്രയീമിൽ കൊണ്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. നീ ഒരുത്തനെ, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളെ, ഒരു കുടുംബത്തെ രക്ഷിക്കാൻ, ഒരു ദേശത്തെ രക്ഷിക്കാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും പ്രിയരെ. ജോസഫിന്റെ മേൽ കിടന്ന വ്യാഖ്യാനം എന്ന കൃപാവരമല്ലേ ഈജിപ്റ്റ് എന്ന രാജ്യത്തിന്റെ മേൽ സംഭവിക്കാനിരുന്ന മരണനിരക്കുകളെ വെട്ടിച്ചുരുക്കിയത്. ഓ, ആ ദൂതന്നെ വല്ലാതെ തകർക്കുന്നു ഇന്ന് രാത്രി. എന്നെ കേൾക്കുന്ന പ്രിയരെ, കാറ് കിട്ടും, വീട് കിട്ടും, വണ്ടി കിട്ടും, ജോലി കിട്ടും എന്നൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും വേറൊരുത്തന്റെ ജീവിതത്തിൽ വരുന്ന, വേറൊരു ദേശത്ത് വരുന്ന, വേറൊരു രാജ്യത്ത് വരുന്ന ഒരു അനർത്ഥത്തെ കാലെ കൂട്ടി പ്രവചിക്കാൻ, അതിനെതിരെ ആത്മാവിൽ നിൽക്കാൻ ഒരു കൃപാവരം നിന്റെ മേൽ ആത്മാവ് പകരട്ടെ. സ്തോത്രം. എനിക്ക് വളരെ കുറ്റബോധമുണ്ട് കേട്ടോ. എനിക്ക് വളരെ കുറ്റബോധമുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരായിക്കോട്ടെ, ഒരുപാട് സഹോദരങ്ങളായിക്കോട്ടെ, ആത്മഹത്യ ചെയ്തായിക്കോട്ടെ, ആക്സിഡന്റിലായിക്കോട്ടെ, ഭാവി തകർന്ന്, ജീവിതം തകർന്ന്, എന്നേക്കും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോ ഒരു അഭിഷിക്തൻ എന്ന നിലയിൽ എനിക്കൊരു അല്പം കുറ്റബോധമുണ്ട്.
കാരണം ഞാൻ ഈ വലിയ പ്രവചനമൊക്കെ പറഞ്ഞ് നടന്നേച്ച് ദൈവമേ എനിക്ക് ആ മേഖലയൊന്നും തൊടാൻ കഴിഞ്ഞില്ലല്ലോ. ഒരുപക്ഷെ ആ കുറ്റബോധം എന്റെ പരാജയമായിരിക്കാം. പക്ഷെങ്കിൽ ആ പരാജയത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. കർത്താവേ, ചില ദേശങ്ങളിൽ വരാനിരിക്കുന്ന അനർത്ഥങ്ങളെ കാലേക്കൂട്ടി എന്നോട് നീ ഒന്ന് സംസാരിക്കണമേ. ചില രാജ്യങ്ങളിൽ വരുവാനിരിക്കുന്ന അനർത്ഥങ്ങളെ കാലേക്കൂട്ടി എന്നോട് നീ ഒന്ന് പറയണമേ കർത്താവേ. ബൈബിളിനകത്ത് ഞാൻ എപ്പോ വായിച്ചാലും നുണ പറയുകയല്ല, ഞാൻ എപ്പോ വായിച്ചാലും എന്റെ കണ്ണിനെ ഈറനണിയിപ്പിക്കുന്ന, എന്നെ കരയിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുവോ? ഞാൻ ആ വാക്യം വായിച്ച് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ എന്ന് വെച്ചു കഴിഞ്ഞാൽ, ത്രിയേകനും സർവശക്തനും ഏകാധിപതിയുമായ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനുമായ സാക്ഷാൽ പരിശുദ്ധ ദൈവത്തിന് അബ്രഹാം എന്ന മനുഷ്യനോട് ഒരു രഹസ്യം പറയാതെ കടന്നുപോകാൻ കഴിയാത്ത വിധത്തിൽ അവർ തമ്മിൽ ഒരു പ്രത്യേക സ്നേഹബന്ധത്തിലായിരിക്കുന്നു. ദൈവമായിട്ടുള്ള ബന്ധം, ഹലോ, ദൈവമായിട്ടുള്ള ബന്ധം, നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം വിശുദ്ധിക്കകത്ത് മാത്ര. സ്തോത്രം. നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം വേർപാടിനകത്ത് മാത്ര. വെള്ള ഷർട്ടേ ഇടാൻ പാടുള്ളൂ. വെള്ള ഷർട്ട് ഇടാം, കറുപ്പ് പാന്റ് ഇടാം, അതിന് കുഴപ്പമില്ല. അതിന് അരയ്ക്ക് താഴോട്ട് വിശുദ്ധി വേണ്ടേ? സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ മതപ്രചാരകന്മാരുടെ ദുരുപദേശങ്ങളാണ് എന്റെ സഹോദരങ്ങളെ. ഇടുന്ന ഷർട്ടിന്റെ കളർ നോക്കി പ്രസാദിക്കുന്നവനല്ല യേശു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ. ഹല്ലേലൂയ. ആർക്കൊക്കെയോ വരാനിരിക്കുന്ന അനർത്ഥങ്ങളെ ഒന്ന് കാലേ കൂട്ടി ആത്മാവിൽ പൊളിച്ചു കളയാൻ ദൈവം എന്നെ ഒന്ന് കരങ്ങളിൽ എടുക്കണമേ എന്ന് പ്രാർത്ഥിക്ക്. സ്തോത്രം. 2 ദൂതുകളെ പറഞ്ഞ് ഞാൻ നിർത്താം. ജോസഫിന് ഒരു കൃപാവരം കൊടുത്തു, വ്യാഖ്യാനം. പുള്ളി സ്വപ്നം വ്യാഖ്യാനിക്കും. ഒന്നാമതായിട്ട് സ്വപ്നം വ്യാഖ്യാനിക്കും. അതൊരു പ്രവചനത്തിന്റെ വേറൊരു ഡയമെൻഷനാ. പുള്ളി നന്നായിട്ട് സ്വപ്നം വ്യാഖ്യാനിക്കും. വാസ്തവത്തിൽ ആ വ്യാഖ്യാന വരം കാരണമല്ലേ അനേക കുഞ്ഞുങ്ങൾ ഈജിപ്തിൽ മരിച്ചു പോകാതിരുന്നത്? അനേക പട്ടിണി മരണങ്ങൾ ആ രാജ്യത്ത് നിന്ന് നീങ്ങിപ്പോയത്? ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, ചില രാജ്യങ്ങളുടെ മേൽ കിടക്കുന്ന മരണനിരക്കുകളെ വെട്ടിച്ചുരുക്കാൻ ഇതിനകത്ത് നിന്ന് കർത്താവ് ചിലതിനെ എഴുന്നേൽപ്പിക്കും. കേരളത്തിൽ നിന്ന്, മലയാളികളുടെ ഇടയിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ലോക രാജ്യങ്ങളിൽ വ്യാപരിക്കാനിരിക്കുന്ന ചില മരണനിരക്കുകളെ വെട്ടിച്ചുരുക്കാൻ ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുകയല്ല. ഇതൊരു കാലഘട്ടത്തിന്റെ ദൈവശബ്ദമാണ്. ഏതൊക്കെയോ രാജ്യങ്ങളിൽ, ഏതൊക്കെയോ ഭൂഖണ്ഡങ്ങളിൽ വെളിപ്പെടാനിരിക്കുന്ന മരണനിരക്കുകളെ വെട്ടിച്ചുരുക്കാൻ ഒരു പ്രത്യേക കൃപാവരം ദൈവം ചിലതിനെ ഈ രാജ്യത്തിന്റെ മേൽ പകർന്ന് ഉപയോഗിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അത് ഞാനാകട്ടെ, അത് നിങ്ങളാകട്ടെ, അത് നിങ്ങളുടെ മക്കളാകട്ടെ, അത് നമ്മുടെ സഭയിൽ നിന്ന് ചിലരാകട്ടെ. സ്തോത്രം. ആ വാശി നമ്മുടെ മേൽ ഭാരിക്കട്ടെ പ്രിയരെ. എങ്ങനെയെങ്കിൽ ഞാൻ പറയാം, യോസഫിന്റെ മേൽ കടന്ന ആ കൃപാവരം മരണനിരക്കുകളെ വെട്ടിച്ചുരുക്കി. അതിന് യേശു പറഞ്ഞൊരു വ്യാഖ്യാനമുണ്ട്. യേശു അത് വ്യാഖ്യാനിച്ച് പറഞ്ഞതല്ല, ഞാൻ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായതാണ്. യേശു പറഞ്ഞൊരു പദം ഇങ്ങനെ: വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുക്കപ്പെട്ടിരിക്കുന്നു. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുക്കപ്പെട്ടിരിക്കുന്നു. രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ യേശു ക്രിസ്തു ആയിരുന്നു. അതുപോലെ ഒരു ജോസഫ് സ്വന്തം സഹോദരന്മാരാൽ അടിമത്വത്തിന് ഏൽപ്പിക്കപ്പെടുമ്പോ, ദുസ്വാതന്ത്ര്യത്തിന് ഏൽപ്പിക്കപ്പെടുമ്പോ അവനൊരക്ഷരം മിണ്ടാതെ തന്നെത്താൻ വിശുദ്ധിയിൽ സൂക്ഷിച്ചു. പൊത്തിഫറിന്റെ വീട്ടിൽ അവൻ വിശുദ്ധി സൂക്ഷിച്ചു. രാജാവിന്റെ അരമനയിലും കാരാഗ്രഹത്തിലും അവൻ വിശ്വസ്തനായിരുന്നു. സ്തോത്രം. അങ്ങനെയുള്ള വൃതൻ നിമിത്തം, അങ്ങനെയുള്ള വിശുദ്ധൻ നിമിത്തം അനർത്ഥത്തിന്റെ നാളുകൾ മിസ്രയീമിൽ ചുരുക്കപ്പെട്ടു. ഹല്ലേലൂയ. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞതിന്റെ അർത്ഥം, ഈ കാലഘട്ടത്തിൽ ഞാൻ ആരോടൊക്കെയോ പറയാം, വലിയ കൃപാവരം നിനക്കില്ലായിരിക്കാം, വലിയ ഫോറൻസിക് പ്രവചനം നിന്റെ മേലില്ലായിരിക്കാം, കണ്ണടച്ചു പേര് വിളിക്കാൻ നിനക്ക് പറ്റുന്നില്ലായിരിക്കാം, ദൂത് പ്രവചിക്കാൻ നിനക്ക് പറ്റുന്നില്ലായിരിക്കാം, രോഗിയെ സൗഖ്യമാക്കാനോ ഭൂതത്തെ പുറത്താക്കാനോ നിനക്ക് കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷെ ഒരു വിശ്വസ്തതയുടെ ആത്മാവ്, ഒരു വിശുദ്ധിയുടെ ആത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ ദൈവാത്മാവ് നിന്നെ തള്ളി മുമ്പിൽ
വരികയാണ്. വിശുദ്ധന്മാരെ മാത്രം ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു കാലമുണ്ട്. ഹല്ലേലൂയ. സ്റ്റേജ് ടു സ്റ്റേജ്, കൺട്രി ടു കൺട്രി, സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്, മീറ്റിംഗ് ടു മീറ്റിംഗ്. നിൽക്കുന്ന അപ്പോസ്തലനെ കൊണ്ടല്ല, പ്രവാചകനെ കൊണ്ടല്ല, ഉപദേഷ്ടാവിനെ കൊണ്ടല്ല, മറിച്ച് വിശുദ്ധന്മാരെ മാത്രം ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാലം വരുന്നുണ്ട്. സ്തോത്രം. ഇന്ന് വിശുദ്ധി സൂക്ഷിക്കുന്ന, രഹസ്യത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, നിന്റെ അകത്ത് ഇത്രത്തോളം മര്യാദയ്ക്ക് ജീവിച്ചിട്ടും എനിക്കൊരു കൃപാവരം തന്നില്ലല്ലോ കർത്താവേ എന്നുള്ള ഞരക്കമുണ്ടെങ്കിൽ, നിന്നോട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്നെ മാത്രം കൊണ്ട് ചെയ്യിക്കാൻ ദൈവം ഇറങ്ങുന്ന ഒരു കാലം നിനക്ക് വേണ്ടി വരുന്നുണ്ടെന്ന്. സ്തോത്രം. ഞാൻ തിരിച്ചു വരട്ടെ. അബ്രഹാമിന്റെ മകനായി ഇസ്ഹാക്ക് ക്ഷാമത്തിനകത്തൂടെ കടന്നു പോവുകയാണ്. ദൈവം ഇസ്ഹാക്കിനോട് പറഞ്ഞു, വിതച്ചോ വിതച്ചോ വിതച്ചോ. അപ്പൻ പ്രാപിച്ച വെളിപ്പാട് മരണത്തിൽ വെളിപ്പെടുന്ന ദൈവിക ജീവൻ എന്നുള്ളതാണ്. ഇതേ ജീവൻ അബ്രഹാമിന്റെ സന്തതിയായി ഇസ്ഹാക്ക് വിതച്ച വിത്തിനകത്ത് വെളിപ്പെട്ടു. നിങ്ങൾക്ക് സംശയമില്ലല്ലോ? സ്തോത്രം. ഞാന് ഈ ഇസ്ഹാക്കിനോടൊരു ചോദ്യം ചോദിക്കാം. ഇസ്ഹാക്കേ, ഞാൻ നിർത്തുക കേട്ടോ, സ്തോത്രം, എന്നെ ഒന്ന് കേൾക്കണം. ഞാൻ ഇസ്ഹാക്കിനോട് ചോദിക്കാം, ഇസ്ഹാക്കേ, അതെ, ഈ നാട് മുഴുവനുള്ള കർഷകരും മുഴുവൻ വിതയ്ക്കാതിരിക്കുമ്പോ വിതച്ച 5 പൈസയുടെ പ്രയോജനം ഉണ്ടാകത്തില്ലെന്ന് എല്ലാവർക്കും ബോധ്യമുള്ളപ്പോ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പകുതി പോലും, 1/4 പോലും റിട്ടേൺ കിട്ടത്തില്ലെന്നുള്ളത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന, മ്യൂച്വൽ ഫണ്ടുമായിട്ടോ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ അറിയാം. സ്തോത്രം. അതൊരു ദൂതായിട്ടങ്ങ് എടുത്തോ. സ്തോത്രം. ഒരു മനുഷ്യനും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്ന കാലത്ത് നീ ഇൻവെസ്റ്റ് ചെയ്തതിന് പിന്നിലുള്ള മർമ്മം എന്താ ഇസ്ഹാക്കേ? ഈ വിത്ത് കിളിർക്കുമെന്നുള്ളത് എന്തുറപ്പിലായി പറയുന്നത്? ഈ മണ്ണിനകത്ത് ഈ വിത്ത് കിളിക്കത്തില്ല ഇസ്ഹാക്കേ. ഇസ്ഹാക്കിന് പറയാൻ ഒരു മറുപടി ഉണ്ട്. മിസ്റ്റർ ജോഷുവ, ഞാൻ ഒരു വിത്തായിരുന്നു. ഒരിക്കലും ഒരു വിത്തും കിളിർക്കാതിരുന്ന എന്റെ മാതാവിന്റെ ഉദരത്തിൽ എന്നെ വിതച്ച് കിളിർപ്പിക്കാൻ സകലത്തെയും ജീവിപ്പിക്കുന്നവന് കഴിയുമെന്നുണ്ടെങ്കിൽ, ഞാൻ വിതയ്ക്കുന്ന ഈ വിത്തിനെ ജീവിപ്പിക്കാൻ എന്റെ അപ്പന്റെ ദൈവത്തിന് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആത്മാവ് ഇന്ന് രാത്രി ചിലതിനോട് പ്രവചിക്കുന്നു. ചിലതിനെ കിളിർപ്പിക്കാൻ, ചിലതിനെ പുറത്തെടുക്കാൻ, നിന്റെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾക്ക് ജീവൻ പകരാൻ അവന്റെ ആത്മാവിന് സജ്ജതയുണ്ട്. അവന്റെ ആത്മാവ് സജീവമായി നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. ഇതൊക്കെ പറയും, എന്റെ അപ്പന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവപ്രവർത്തിയുടെ അടുത്ത ഡൈമെൻഷനെ ഓപ്പറേറ്റ് ചെയ്യാൻ കർത്താവ് എനിക്ക് അഭിഷേകം നൽകി. എന്റെ പിതാക്കന്മാർ കൈകാര്യം ചെയ്ത ആത്മതലത്തിന്റെ അടുത്ത ഡൈമെൻഷനുകളെ കൈകാര്യം ചെയ്യാൻ എനിക്ക് ദൈവം കൃപ തന്നു. പെന്തിക്കോസിന്റെ പിതാക്കന്മാർ കൈകാര്യം ചെയ്ത പ്രവചനത്തെക്കാൾ, പെന്തിക്കോസിന്റെ പിതാക്കന്മാർ കൈകാര്യം ചെയ്ത അധികാരത്തെക്കാൾ, പെന്തിക്കോസിന്റെ പിതാക്കന്മാർ കൈകാര്യം ചെയ്ത അപ്പോസ്തലിക ശുശ്രൂഷയേക്കാൾ ഗൗരവമേറിയത് കൈകാര്യം ചെയ്യാൻ ഈ തലമുറയിൽ ആത്മാവ് നിനക്ക് ചില താക്കോലുകളെ തരട്ടെ. സ്തോത്രം. ആരൊക്കെയോ പറയുന്നു വിതച്ചിട്ട് കാര്യമില്ല. ആരൊക്കെയോ പറയുന്നു നോർത്ത് ഇന്ത്യയിൽ ഇനി വചനം വിതച്ചിട്ട് കാര്യമില്ല. ആരൊക്കെയോ പറയുന്നു ബീഹാറിൽ ഇനി വചനം വിതച്ചിട്ട് കാര്യമില്ല. UP കയ്യിന്ന് പോയി, ഇനി ഒന്നും നടക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയരേ, ഈ കാലഘട്ടത്തിൽ നിലത്ത് ഉലയിലുരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത യഹോവയുടെ നിർമ്മല വചനമാകുന്ന സാക്ഷാൽ ദൈവ വചനത്തെ വിതച്ച് കിളിർപ്പിക്കാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിന്റെ ഇസഹാക്കുമാരെവിടെ? ഈ കാലഘട്ടത്തിന്റെ ഇസഹാക്കുമാരെവിടെ? ഏതു വരൾച്ചയുടെ മണ്ണിലും ദൈവ വചനത്തെ വിതച്ച് കിളിർപ്പിച്ച് 100 മേനി കൊയ്തെടുക്കാൻ പ്രാപ്തിയുള്ള ഈ കാലഘട്ടത്തിന്റെ അബ്രഹാമ്യ സന്തതികൾ എവിടെ? ഞാൻ ചോദിക്കട്ടെ, നോർത്ത് ഇന്ത്യയിൽ ഒന്നും നടക്കത്തില്ല എന്ന് പറയുന്നതിന് പകരം
നമ്മളത് പറയുമ്പോ കർത്താവിന് നമ്മളോട് ചോദിക്കാനുള്ളത്, ചൈനയിൽ ഒന്നും നടക്കത്തില്ലെന്ന് പറയുമ്പോ, സെന്റിനൽ ഐലൻഡിൽ ഒരു ജോൺ ആലൻ ഷോ പോയി, മരിച്ചുപോയി, ഇനി ഒന്നും നടക്കത്തില്ലെന്ന് പറയുമ്പോ, സുവിശേഷം എത്തിപ്പെടാത്ത ദേശങ്ങളിൽ ഇനി ഒന്നും നടക്കത്തില്ലെന്ന് പറയുമ്പോ, ദൈവാത്മാവിന് നമ്മോട് ചോദിക്കാനുള്ളത്, ഈ കാലഘട്ടത്തിന്റെ ഇസഹാക്കുമാരെവിടെ? അതിനേക്കാൾ ഉപരിയായി ആ ഇസഹാക്കുമാരെ ജനിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ അബ്രഹാമുമാരെവിടെ? ഈ കാലഘട്ടത്തിന്റെ അപ്പന്മാരെവിടെ? അപ്പോസ്തലന്മാർ ഒത്തിരിയുണ്ട്, പ്രവാചകന്മാർ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിന്റെ അപ്പന്മാരെവിടെ? പിതൃഹൃദയമുള്ള അബ്രഹാമുമാരെവിടെ? ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു നിമിഷം ഈ കേട്ട ദൈവശബ്ദം, ഈ വിതയ്ക്കപ്പെട്ട ആത്മീക വിത്ത് ആരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് ഒരു ഭാരമായി കയറി എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. വ്യക്തിപരമായി ദൈവാത്മാവ് സംസാരിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി, വ്യക്തിപരമായി ആരുടെയെങ്കിലും പേര് പറഞ്ഞ് പ്രവചിക്കാൻ പോകുന്നു എന്നതിനേക്കാൾ ഉപരിയായി, ഇന്ന് രാത്രി ഈ കേട്ട ദൈവശബ്ദം ആരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് ഒരു വലിയ ഭാരമായി കയറിയെങ്കിൽ, ഈ കാലഘട്ടത്തിന്റെ ഇസഹാക്കുമാർ എഴുന്നേൽക്കട്ടെ. ഈ കാലഘട്ടത്തിന്റെ ഇസഹാക്കുമാരെ ജനിപ്പിക്കുന്ന അബ്രഹാമുമാർ എഴുന്നേൽക്കട്ടെ, അപ്പന്മാർ എഴുന്നേൽക്കട്ടെ, പിതൃഹൃദയസ്ഥന്മാർ എഴുന്നേൽക്കട്ടെ. തലമുറയെ ജനിപ്പിക്കാൻ കഴിയുന്ന, ദൈവഹൃദയത്തെ അറിയുന്ന ചിലത് എഴുന്നേറ്റ് വരട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരുമിച്ച് ഒരു സെക്കൻഡ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതീക്ഷ അറ്റുപോയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ദേശങ്ങൾ, പ്രതീക്ഷ അറ്റുപോയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കുടുംബങ്ങൾ, അവിടേക്ക് നിന്റെ മഹത്വം ശലോമോന്റെ ആലയത്തിനകത്തേക്ക് ഇറങ്ങിയതുപോലെ, ഇസഹാക്ക് വിതച്ച വിത്തിനകത്തേക്ക് ഇറങ്ങിയതുപോലെ, സാറയുടെ ഉദരത്തിനകത്തേക്ക് ഇറങ്ങിയതുപോലെ ശക്തമായി ഒന്ന് വ്യാപരിക്കപ്പെടുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇസഹാക്കിന്റെ കാലത്ത് പ്രകൃതിയുടെ മേൽ വ്യാപിച്ച ഒരു നിയമമാണ് വിത്ത് കിളിർക്കത്തില്ല എന്ന് പറയുന്നത്. അതൊരു പ്രകൃതി നിയമമാണ്. ക്ഷാമം ഒരു പ്രകൃതി നിയമമാണ്, കിളിർക്കുകയല്ല. നിങ്ങൾ നോക്കിക്കേ, ആത്മാവിലൊന്ന് വിവേചിച്ചാൽ സാറയുടെ ഉദരത്തെ ഭരിച്ചതും ഒരു പ്രകൃതി നിയമമാണ്. ഏത്? ഇനി ഈ പ്രായത്തിനപ്പുറത്തേക്ക് ആ വിടുതൽ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന പ്രകൃതി നിയമം. സഹോദരിമാരിൽ ഇനി അത് സംഭവിക്കാൻ സാധ്യതയില്ല എന്നൊരു പ്രകൃതി നിയമം. ആ പ്രകൃതി നിയമത്തെ പൊട്ടിക്കുന്ന വെളിപ്പാടാണ് റോമർ 4:17 കിടക്കുന്നത്. ആ പ്രകൃതി നിയമത്തെ അബ്രഹാം പൊട്ടിച്ചു. അബ്രഹാമിന്റെ സന്തതിയാകുന്ന ഇസഹാക്ക് ക്ഷാമത്തിൽ മറ്റൊരു ഡൈമെൻഷനിൽ നിന്ന്, മറ്റൊരു വെളിപ്പാടിന്റെ ആത്മതലത്തിൽ നിന്നുകൊണ്ട് ഇതേ ശ്രേണിയുടെ അടുത്ത ആത്മതലങ്ങളെ കൈകാര്യം ചെയ്തു. ഒരു ദൂതും കൂടെ ഞാൻ പറയാം. നീ പ്രാപിച്ച വെളിപ്പാടിന്റെ അടുത്ത ആത്മതലം നിന്റെ തലമുറ കൈകാര്യം ചെയ്യും. അവരാരും പട്ടുപോകത്തില്ല, അവരാരും വീണുപോകത്തില്ല, അവരെ ആരെയും പിശാച് കൊണ്ടുപോകത്തില്ല. മറിച്ച് ശക്തമായി നീ പ്രവചിച്ചതിനേക്കാൾ ശക്തമായി, നീ വചനം പ്രസംഗിച്ചതിനേക്കാൾ ശക്തമായി, നീ പ്രാർത്ഥിച്ചതിനേക്കാൾ കരുത്തുറ്റതായി, നീ നിന്നതിനേക്കാൾ ശക്തമായി നിന്റെ തലമുറയെ ദൈവം നിർത്തുമെന്ന്. ഇന്ന് രാത്രി അങ്ങനെ ഒരു ആത്മബലം ഈ കുടുംബവുമായി ബന്ധപ്പെട്ട്, ഈ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് ശക്തമായി തുറക്കുന്നുവെന്ന് എന്നോട് ദൈവാത്മാവ് പറയുന്നു. പ്രസംഗത്തിനിടയ്ക്ക് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞുവെങ്കിലും ദൈവാത്മാവ് അതൊരു ദൂതായി തന്നെ, ദൈവ ശബ്ദമായി തന്നെ എന്നോട് പറയുന്നു. ലെമൻശീല ഹർത്തിനിയ തരാതകൽച്ചനസ്കിയാത്തിന, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഇന്ന് രാത്രി ആ വചനത്തെ ദൈവാത്മാവ് എന്നെ കേൾപ്പിച്ചുകൊണ്ട് എന്നോട് ആത്മാവ് പറയുന്നു, ചൂടുപിടിച്ച് കത്തുന്ന ചില വൈകാരിക മേഖലകളുമായി ബന്ധപ്പെട്ട്, അനിയന്ത്രിതമായ വൈകാരിക ബലഹീനതകളുമായി ബന്ധപ്പെട്ട് കുടുങ്ങിപ്പോയ ചില തലമുറകൾ, ദേശം വിട്ട് നാട് വിട്ട് കൈക്ക് പിടിച്ച് ഓടിപ്പോകാൻ തീരുമാനമെടുത്തിരിക്കുന്ന ചില പ്ലാനുകളെ, പച്ച മലയാളത്തിൽ പറഞ്ഞ ചില ഒളിച്ചോട്ടത്തിന്റെ സ്പിരിറ്റുകളെ, ചില കടന്നുപോക്കലിന്റെ സ്പിരിറ്റുകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി ഈ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ നിങ്ങൾ വെച്ചു പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ദൈവീക നീതി എന്നോണം അങ്ങനെ പിതാക്കന്മാർക്ക്, മാതാക്കന്മാർക്ക്
അപമാനമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു അനർത്ഥത്തിന്റെ വാർത്തയെ ഇന്ന് രാത്രി ദൈവാത്മാവ് ബ്രേക്ക് ചെയ്യുകയാണെന്ന് എന്നോട് കർത്താവ് സംസാരിക്കുന്നു. സകല ജനഘടകം ഉടിയ ചർസൽത്തിറം നാഫ്ര കൽബി ഹണ്ടരേദികൽച്ചി ഉസ്തലെ റഗച്ചസ് മിനിയാൽ ഖബർ ഹൈദൽ അർത്ഥജവല ഘടക വിധിയക്ഷമാനിയ ദൈവഹിതമല്ലാത്ത ചില വിവാഹങ്ങൾ അസ്ഥിയോട് ചേർന്നു. ചേരേണ്ടത് മാത്രം ചേരട്ടെ. ദൈവഹിത പ്രകാരമല്ലാത്ത എല്ലാ കണക്ഷനുകളെയും ഇന്ന് രാത്രി കർത്താവ് പൊട്ടിക്കുകയാണെന്ന് എന്നോട് ദൈവാത്മാവ് പറയുന്നു. ആ നേഹ ജേക്കബ് എന്ന് പറയുന്ന ആ സിസ്റ്ററുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് വീണ്ടും പ്രവചിക്കുന്നു. നിന്റെ മേലൊരു ശുശ്രൂഷയുണ്ട്, നിന്റെ മേലൊരു ആത്മഭാരമുണ്ട്. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. നിന്റെ മേൽ ഞാൻ ഇട്ടത് എന്തെന്നും നിന്റെ മേൽ ഞാൻ പകർന്നത് എന്തെന്നും വ്യക്തമായ ബോധ്യത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ നീ ഉണർന്നുകൊള്ളാൻ, ഈ ദിവസങ്ങളിൽ എന്റെ സാന്നിധ്യത്തിൽ അവയുമായി ബന്ധപ്പെട്ട് നീ ജാഗരിക്കുന്ന പക്ഷം ആത്മാവിന്റെ പുതിയ ചില ബോധ്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ആത്മീക നിലവാരം നിന്റെ മേൽ ഞാൻ പകർന്നു തരുമെന്ന് നിന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. നിനക്കെതിരെ നിൽക്കുന്ന ചില കാളയുടെ സ്പിരിറ്റുകൾ പോലെ അങ്ങനെ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ഭയങ്കര ജയത്തെ നിനക്ക് കർത്താവ് കൈമാറും. ഇത് ഞാൻ പറയുമ്പോൾ കയ്യിൽ ഒരു പന്തം പോലെ ഒന്ന്, ഒരു ദീപശിഖ പോലെ ഒന്ന് കെടാതെ പിടിച്ചുകൊണ്ട് ഓടത്തക്ക വിധത്തിൽ നീ ഒരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച. ഒരു മാരത്തോൺ ഓട്ടം ഓടുന്നതിന് വേണ്ടി ഒരു ദീപശിഖ കരത്തിൽ പിടിച്ച് അത് ഓടുന്നതിനാവശ്യമായ മാനസിക ധൈര്യത്തെ ഏറ്റെടുത്ത് നീ ഒരുങ്ങി നിൽക്കുന്നത് പോലെയുള്ള ഒരു കാഴ്ച ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. ആത്മാവ് ഇന്ന് രാത്രി കുഞ്ഞേ നിന്നോട് പ്രവചിക്കുന്നു, സഹോദരി നിന്നോട് പ്രവചിക്കുന്നു. പുതിയ ചില അസൈൻമെന്റുകൾ, പുതിയ ചില ദൈവിക പ്രോജക്റ്റുകൾ, പുതിയ ചില പ്രമോഷനുകൾ, പുതിയ ചില വാതിലുകൾ നിനക്ക് വേണ്ടി ഞാൻ തുറക്കുന്ന കാലം നിനക്ക് മുമ്പിൽ വിദൂരമല്ലെന്ന് ഇന്ന് രാത്രി നിന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. രമ്യ സുനീഷ് എന്ന് പറയുന്ന ആ ഡിവൈസുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് പറയുന്നു, ചില വിശാലതകൾ ഇതിനോടകം നിങ്ങളുടെ കയ്യിൽ എത്തേണ്ടിയതായിരുന്നു, ചില നന്മകൾ ഇതിനോടകം നിങ്ങൾ പ്രാപിക്കേണ്ടിയതായിരുന്നു, ചില മേഖലകളിലേക്ക് നിങ്ങൾ ഇതിനോടകം തന്നെ ചുവടുവെപ്പുകൾ നടത്തേണ്ടതായിരുന്നു. പക്ഷേ അതിന് വിഘ്നം നേരിട്ടതുപോലെ നിങ്ങൾക്കെതിരെ നിന്ന് ചില വെല്ലുവിളികളെ ഞാൻ ശാസിക്കും എന്നൊരു വലിയ ഉറപ്പ് ആ സഹോദരിയുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ഇന്ന് നിങ്ങൾ അങ്ങനെ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല, പക്ഷേങ്കിൽ ചില അലർജികൾ പോലെ എന്നെ കാണിക്കുന്നു. അതിന്റെ മേൽ ചില സൗഖ്യത്തെ കർത്താവ് നൽകി തരുവാൻ വിശ്വസ്തനാണെന്ന്, ചില രോഗസൗഖ്യത്തിന്റെ ആത്മാവിനെ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ തുറന്നു പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. അങ്ങനെയുള്ള ചില ബലഹീനതകളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുന്നു. ഒരുമിച്ച് എല്ലാ കണ്ണുകളും അടഞ്ഞാട്ടെ, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്നനാകുന്ന ദൈവമോ, ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളെ വീണ്ടെടുത്തു. അതുകൊണ്ട് കർത്താവേ, ഈ ലോകത്തിന്റെ കാലഗതി അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതി കർത്താവേ, അങ്ങനെയുള്ള പൈശാരിക ത്രിത്വത്തിന്റെ മേഖലകളിൽ നിന്ന് ഒരു വലിയ ജയത്തെ ഏറ്റെടുക്കത്തക്ക വിധത്തിൽ വൈകാരിക മേഖലകളെ ജയിച്ചുകൊണ്ട് ദൈവിക അഭിഷേകത്താൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിത രീതി ഞങ്ങൾക്ക് കർത്താവ് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ശുശ്രൂഷകളിൽ പങ്കെടുത്ത എല്ലാ നിന്റെ മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരിൽ ആരും നഷ്ടപ്പെട്ടു പോകാതെ ഏവരും കർത്താവിന്റെ മടങ്ങി വരവിൽ കാണപ്പെടുന്നതിനു വേണ്ടി ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ കുടുംബങ്ങളിൽ ഒന്നിനും കുറവില്ലാതിരിക്കട്ടെ, അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ ക്ഷാമവും ഇല്ലാതിരിക്കട്ടെ. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. കൃപയിൽ ഞങ്ങളെ താങ്ങണം, വരവിനായി ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.